ഒരു ദൈവ പൈതൽ ഇതിനകത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, വഴിവക്കിലാകട്ടെ, ടെറസിന്റെ മുകളിലാകട്ടെ, മരച്ചുവട്ടിലാകട്ടെ നിൽക്കുന്ന ഒരു വ്യക്തിയോട് ഇടപെടാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം അസാധാരണമായി ഇവിടെ ഉയരുന്ന രാത്രിയായിരിക്കും. അതുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ശക്തമായി ഇന്ന് രാത്രി ദൈവപ്രവർത്തിക്കായി കൊതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം റാന്നിയിൽ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ UK-യിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു സഭയുടെ ശുശ്രൂഷ വഹിക്കുന്ന ഒരു കർത്തൃദാസന് സാക്ഷ്യം പറയാൻ അവസരം കൊടുത്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. റാന്നിയിൽ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ അവിടെയുള്ള ഗ്രൗണ്ടിൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഉടമസ്ഥതയുള്ള സ്റ്റുഡിയോ അടച്ചിട്ട് അവിടെ നിന്ന് താൻ നേരെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ, പുത്തനാം യെരൂശലേം എന്ന ആ സ്വർഗീയ ഭവനത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം ആ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ചന്തവക്കിലൂടെ നടന്ന് ഒരു പോസ്റ്റിൻ്റെ പുറകിൽ വന്ന് നിന്ന് ഈ വചനം കേട്ടു. അന്ന് രാത്രിയെ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കളുടെ പ്രാർത്ഥന ഈ ഗ്രൗണ്ടിൽ ഉയർന്നാൽ, ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിയിൽ ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ഇന്ന് രാത്രി ഈ അതിർത്തികൾക്കപ്പുറത്ത് കേൾക്കുന്ന വ്യക്തികളെ പോലും തൊടാൻ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന കുറയരുത്. പ്രസംഗം തീരുന്നത് വരെ എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ശക്തമായി ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഒരിക്കൽ അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ തൻ്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ്. ഒരിക്കൽ എയർ ഹോസ്റ്റസ് ആയ ഒരു സഹോദരി ഫ്ലൈറ്റിൽ കയറാൻ തുടങ്ങുന്ന ഒരു എയർ ഹോസ്റ്റസിനോട്, ദൈവത്തിന് സ്തോത്രം, അവൾ തൻ്റെ സാക്ഷ്യം പറഞ്ഞതാണ്. ഒരു വൃദ്ധയായ മാതാവ് എൻട്രൻസിൽ വന്നിരിപ്പുണ്ടായിരുന്നു. ആ വൃദ്ധയായ മാതാവ് കയറാൻ തുടങ്ങുന്ന എൻട്രൻസിൽ ഇരിക്കുന്ന ഈ എയർ ഹോസ്റ്റസിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, നിങ്ങൾ രക്ഷാനിർണയം പ്രാപിച്ചിട്ടില്ലല്ലോ, യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. നിങ്ങളെ കർത്താവ് ഒരു തീരുമാനത്തിലേക്ക് നയിക്കും എന്ന് ദൈവാത്മാവ് എനിക്കുള്ളിൽ നിയോഗം തരുന്നു. ഈ വൃദ്ധയായ മാതാവിനെ ആ എയർ ഹോസ്റ്റസ് സ്വീകരിച്ച് അടുത്തിരുത്തി യേശുവിനെ കുറിച്ചുള്ള സന്ദേശം കേട്ടു. ആ സമയം അവളുടെ കൈ പിടിച്ച് ഈ വൃദ്ധയായ മാതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, പ്രാർത്ഥനയെക്കുറിച്ച് ഫ്രാൻസിസ് എന്ന ഒരു ദൈവവൃത്യൻ എഴുതിയ പുസ്തകം ഞാൻ ഇവളെ ഭരമേൽപ്പിക്കുകയാണ്. അവളുടെ പണി കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയം ഈ വിഷയത്തെക്കുറിച്ച് ആഴമായി വ്യക്തമാക്കാൻ ഒരാളെ അവിടുന്ന് ഒരുക്കണം. അടുത്ത ലാൻഡിങ്ങിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് മുൻപ് ഇവളെ ഒരു ദൈവ പൈതലായി അവിടുന്ന് പണിതെടുക്കണം. ഇന്ന് രാത്രി ഞാൻ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഹാസ്യകലാ പരിപാടി ആസ്വദിക്കാനിരിക്കരുത്. ഇന്ന് രാത്രി ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചിരിക്കണം. കർത്താവേ, ഇന്ന് രാത്രി മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുൻപ് ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കണമേ എന്ന്. ഈ വൃദ്ധയായ മാതാവ് ആ കൈ ഗ്രസിച്ചു പ്രാർത്ഥിച്ച് ഇവളുടെ കയ്യിൽ ആ ഫ്രാൻസിസ് എന്ന ദൈവഭൃത്യൻ എഴുതിയ പ്രാർത്ഥനയെക്കുറിച്ചൊരു കൊച്ചു പുസ്തകവും ഏൽപ്പിച്ച് അകത്തേക്ക് പറഞ്ഞു വിട്ടു. അവൾ ജോലി തിരക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും പുറകിലത്തെ സീറ്റിൽ ഈ എയർ ഹോസ്റ്റസ് ഒറ്റയ്ക്കിരുന്ന് ആ അമ്മച്ചി കൊടുത്ത പുസ്തകം പുസ്തകം തുറന്ന് തന്നെ മടിയിലിരിക്കുമ്പോൾ അതുവഴി ഒരു മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, ടോയ്ലറ്റിലേക്ക് പോകുകയാണ്. അയാൾ വന്ന് നിന്നിട്ട് ഈ പുസ്തകം ഇരിക്കുന്നത് കണ്ടിട്ട് ഈ സ്ത്രീയോട്, ഈ എയർ ഹോസ്റ്റസിനോട് ചോദിച്ചു, ഈ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഉടനെ ആ യുവതി പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. എന്നെ ഇതിനകത്തോട്ട് കയറാൻ നേരത്ത് ഒരു വൃദ്ധ മാതാവ് യേശുവിനെ കുറിച്ച് പങ്കുവയ്ക്കുകയും ഞാൻ യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുവാങ്ങുകയും ചെയ്തു. എന്നിട്ടിങ്ങനെ പ്രാർത്ഥിച്ചു, ഈ പുസ്തകം തന്നിട്ട് അടുത്ത ലാൻഡിങ്ങിൽ എത്തുന്നതിന് മുൻപ് ഇവളോട് സംസാരിപ്പാൻ ഒരാളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ വന്നു നിൽക്കുന്ന മനുഷ്യൻ പറയുകയാണ്, എൻ്റെ പേരാണ് ഫ്രാൻസിസ്.
ഞാൻ എഴുതിയ പുസ്തകമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾ അനുവദിക്കുമെങ്കിൽ ഞാൻ അടുക്കലിരുന്ന് ആ വചനത്തെക്കുറിച്ച് നിങ്ങളെ കൂടുതൽ ബോധ്യപ്പെടുത്താം. എന്തിനേറെ ആ വിശദീകരണത്തിൽ അവൾ യേശുവിനെ ഹൃദയത്തിൽ ജീവിതത്തിൻ്റെ കർത്താവായി ഉറപ്പിച്ച് ഒരു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉടമയായി അവൾ മാറി. ഞാനിന്ന് രാത്രി പെരിങ്ങനാട് വചനം കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവമേ, ഇന്ന് രാത്രി ചിലരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ കുറിക്കണമേ എന്ന് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാൻ ചില പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുമെങ്കിൽ ഇന്ന് രാത്രി മീറ്റിംഗ് അവസാനിക്കും മുൻപ് നിങ്ങളുടെ പ്രാർത്ഥന ചില ആത്മാക്കളുടെ വിടുതലായി പരിണമിക്കും. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നമുക്ക് അതിവേഗം വരാം. തെസ്സലോനിക്കർക്ക് ധന്യനായ പൗലോസ് എഴുതിയ ലേഖനം, തെസ്സലോനിക്കർക്ക് പൗലോസ് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. 2 തെസ്സലോനിയർ 1:10 വാക്യം ശബ്ദം ഉയർത്തി വായിച്ച് സഹായിക്കാം. 2 തെസ്സലോനിക്കർ 1:10 വാക്യം വായിച്ചാട്ടെ. മൈക്രോഫോണിന്റെ സഹായത്തോടെ ഇന്ന് വായിക്കാമോ? വിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. എല്ലാ ദൈവമക്കളും ചേർന്ന് ആ വചനം എന്നോടൊപ്പം ഒന്ന് പറയണം. സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോ തയ്യൽക്കാർക്കൊരു ഏകാഗ്രതയില്ലേ? ആ ഏകാഗ്രതയോടെ ഒന്നിച്ച് ചേർന്ന് ആ വചനം ഇന്ന് രാത്രി ഒന്ന് പറയണം. ഇത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഒന്ന് പതിക്കണം. സുവിശേഷം, ഏവൻഗേലിയോൻ, സത്വാർത്ത, അത് സ്വീകരിച്ചാൽ ഉള്ള അനുഗ്രഹം എന്തൊക്കെയാണ്? അത് തിരസ്കരിച്ചാൽ ഉള്ള പ്രത്യാഘാതം എന്താണ്? നമുക്കൊന്നിച്ച വാക്യം ഒന്ന് പറയാൻ പറ്റുമോ? സുവിശേഷം അനുസരിക്കാത്തവർ ഒന്ന് പറഞ്ഞാട്ടെ. അത്ര ശബ്ദമേ ഉള്ളോ? നമ്മൾ ഇത്രയും പേര് കൂടെ ഒരുമിച്ച് പറഞ്ഞിട്ട്. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഈ തലമുറയിൽ കർത്താവ് മടങ്ങി വരും എന്ന് കൊതിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ആ ശബ്ദം പോരല്ലോ സ്തോത്രം ചെയ്യാൻ. ഈ തലമുറയിൽ എൻ്റെ കർത്താവ് മടങ്ങി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കണ്ണുകൾ അടയുന്നതിന് മുൻപ്, നമ്മുടെ വീട്ടിലേക്ക് ശവപ്പെട്ടി കയറി വരുന്നതിന് മുൻപ്, നമുക്കൊരു വിലാപഗാനം ഇവിടെ ഉയരുന്നതിന് മുൻപ് നമ്മുടെ കർത്താവ് മടങ്ങി വരത്തക്ക വിധം സംഭവങ്ങളെല്ലാം അതിൻ്റെ അവസാന പേജിലേക്ക് അടുക്കുകയാണ്. ഈ യുഗം അതിൻ്റെ ഒടുവിലത്തെ അവസ്ഥയിലേക്ക്, ഈ കാലം അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് അടുക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവ് അടുക്കൽ വാതുക്കലായിരിക്കുന്ന ഈ യുഗസന്ധിയിൽ, ചരിത്രം അതിൻ്റെ സമാപന ദിവസങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, മാനവജാതിയുടെ ചരിത്രത്തിന്റെ ഒടുവിലത്തെ പേജുകളിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് എഴുതി വച്ചിട്ടുള്ള തിരുവെഴുത്തിൽ പറഞ്ഞ പ്രവചനങ്ങൾ അതിന്റെ കൃത്യനിവർത്തിയിലേക്ക് അതിവേഗം അടുക്കുകയാണ്. മനുഷ്യവർഗത്തിന്റെ പുരോഗതിയുടെ പിള്ളത്തൊട്ടിലാണ് മധ്യപൂർവ്വ പ്രദേശം. മനുഷ്യവർഗത്തിന്റെ അധോഗതിയുടെ ചുടലക്കളം തോണ്ടുന്ന സ്ഥലമായി അത് മാറും എന്ന് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ എഴുതി വെച്ച ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മാറ്റമില്ലാത്ത വചനം. എൻസൈക്ലോപീഡിയ ഓഫ് ബിബ്ലിക്കൽ പ്രൊഫസി എന്ന പ്രവചന ഗ്രന്ഥത്തെ അധികരിച്ചുകൊണ്ട് ഡോക്ടർ ക്ലാരൻസ് ലാർക്കിൻ എഴുതിയ ഡിസ്പാൻസിയേഷണൽ ട്രൂത്ത് എന്ന ചരിത്ര പ്രസിദ്ധമായ പ്രവചന പുസ്തകത്തിൽ 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ 8,532 വാക്യങ്ങൾ സുമാർ പ്രവചനങ്ങളാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. 277 വേദഭാഗങ്ങൾ ലോകത്തിന്റെ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മനുഷ്യവർഗത്തോട് സംസാരിക്കുന്ന ഒരു ഭവിഷ്യ ഗ്രന്ഥം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആ കരങ്ങളിലെ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ശിരസുന്നമിപ്പിച്ച് ഒന്ന് ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ കഴിയുമോ? ഈ അതിവിശിഷ്ട ഗ്രന്ഥവുമായി നടക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയതോർത്ത് കരങ്ങളിൽ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ അതിവിശിഷ്ട ഗ്രന്ഥം
ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അതുല്യത, ഇതിന്റെ വൈശിഷ്ട്യം, ഇതിന്റെ സത്യസന്ധത, ഇതിന്റെ തെറ്റിക്കൂടായ്മ, ഇതിന്റെ ദിവ്യത്വം, ഇതിന്റെ അപ്രമാദിത്വം, ഇത് എവിടെയാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്? സത്യവും സങ്കല്പവും സമ്മിശ്രമാക്കി സമ്മേളിപ്പിച്ച് മനുഷ്യന്റെ മുൻപിലെ ഇലയിൽ വിളമ്പി വയ്ക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ ലോകത്തിലുള്ളപ്പോൾ അക്ഷരാഭ്യാസമില്ലാത്തവനെയും ദൈവരാജ്യത്തിന് അവകാശിയാക്കാൻ ശക്തിയുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ അതുല്യത നിലകൊള്ളുന്നത് ഒരു പിടി പ്രവചനങ്ങളുടെ നിറവേറലിലാണ്. നിറവേറിക്കഴിഞ്ഞതും നിറവേറൽ കാത്തുകിടക്കുന്നതും നിറവേറിക്കൊണ്ടിരിക്കുന്നതുമായ ഈ അതിവിശിഷ്ട പ്രവചന ഗ്രന്ഥത്തിന് അതിശ്രദ്ധേയമായ ഒരു കേന്ദ്ര ബിന്ദു ഉണ്ട്. അത് മറ്റാരുമല്ല, ഇന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ്. അത് കരമുയർത്തി സ്വീകരിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം, ഈ തലമുറയിൽ എന്റെ രക്ഷകൻ മടങ്ങി വരത്തക്ക വിധത്തിൽ സംഭവങ്ങൾ അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇങ്ങനെ ഓർപ്പിച്ചു, പടിഞ്ഞാറു നിന്ന് മേഘം പൊങ്ങുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. സ്തോത്രം. അതെ, കിഴക്കൻ കാറ്റ് തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാൽ അത്യുഷ്ണം ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഭാവങ്ങളെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്തുകൊണ്ട് നിങ്ങൾ ഈ കാലത്തെ വിവേചിക്കുന്നില്ല? അക്ര, മോറിയ, ബെഥേസ, സിയോൻ, ഗിൽബോവ, സെയീർ, ഈ മലമടക്കുകളുള്ള യെരുശലേം അതെ, എന്റെ മേഖലയിലെ പടിഞ്ഞാറൻ മേഖല മെഡിറ്ററേനിയൻ മഹാസമുദ്രമാണ്. അവിടെ നിന്ന് ഒരു വെൺകീർ മേഘം ഉയർന്നാൽ അതിന്റെ അർത്ഥം ഒരു പെരുമഴ ഇരമ്പി പെയ്യും എന്നതാണ്. അപ്പോൾ ഏത് ദിശയിൽ നിന്ന് മേഘം പൊങ്ങുന്നോ ഇനിയും വരാൻ തുടങ്ങുന്നത് കാലാവസ്ഥയിലെ ഏത് മാറ്റമാണ് എന്ന് അവർക്ക് നന്നായിട്ടറിയാം. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാൽ പലസ്തീൻ നാടിന്റെ തെക്ക് ഭാഗം സീനായ് മരുഭൂമിയാണ്. അവിടെ നിന്ന് ഒരു കാറ്റ് ഉയർന്നാൽ അതിന്റെ അർത്ഥം അത്യുഷ്ണമാണ് എന്ന് അവർക്കറിയാം. അപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകരായ ആ കർഷക സമൂഹത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മാറ്റങ്ങൾ കൊണ്ട് പ്രവചിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം കാണുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് പ്രവചിച്ചെടുക്കാൻ കഴിയും. എന്നാൽ ഈ കാലത്തെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിവേചിക്കാൻ കഴിയുന്നില്ല? കാരണം അവരുടെ കൺമുൻപിൽ നിൽക്കുന്നത് സാധാരണക്കാരനല്ല. ഈ പ്രവാചകന്മാർ പ്രവചിച്ചു 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 പ്രവചിച്ച് പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി പ്രവചിച്ചതുപോലെ ജനിച്ച്, പ്രവചിച്ചതുപോലെ ജീവിച്ച്, പ്രവചിച്ചതുപോലെ മരിച്ച്, പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട്, പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ്, പ്രവചിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്ത്, പ്രവചിച്ചതുപോലെ മടങ്ങി വരാൻ തുടങ്ങുന്ന ഒരുവൻ സ്വർഗം ഭൂമിയെ തൊട്ടിറങ്ങിയവനായി അവരുടെ കൺമുൻപിൽ നിൽക്കുമ്പോൾ അവർക്കവനെ തിരിച്ചറിയാൻ കഴിയാതെ പോയതുപോലെ എൻ്റെ മുൻപിലിരിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവ് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ സംഗതി ഏറെ അപകടകരമാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ശബ്ദമുയർത്തി പറയാൻ കഴിയണം, എൻ്റെ രക്ഷകന്റെ മടങ്ങി വരവ് അത് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിന് കൊതിക്കുന്ന ദൈവമക്കളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം, അവരുടെ സ്തോത്രം കേട്ടാൽ അറിയാം, അവരുടെ ആരാധന കണ്ടാൽ അറിയാം. ഇടത്തും വലത്തും ഇരിക്കുന്നവർ മൗനവ്രതം അനുഷ്ഠിച്ച് അനങ്ങാൻ പാറ നയത്തിൽ സൂചി വിഴുങ്ങിയതുപോലെ ഹിമാലയ പർവ്വതത്തിൽ മുനിയിരിക്കുന്നത് പോലെ ഇരുന്നാലും കർത്താവിന്റെ മടങ്ങി വരവിന്റെ കൊതി അകത്ത് തിളയ്ക്കുന്ന ചില ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിപ്പുണ്ട്. അവർ യുദ്ധവാർത്തകളും യുദ്ധ സന്നാഹങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളം കൊതി കൊണ്ട് നിറഞ്ഞിട്ട് പറയും, ഈ കാലത്ത് എന്റെ കർത്താവ് മടങ്ങി വരാൻ സമയം അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ്. പ്രത്യാശ നിറഞ്ഞ ദൈവമക്കളുടെ ഉള്ളിൽ കത്തുന്ന രാത്രിയായി ഇന്ന് രാത്രി തീരട്ടെ. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കളെ, നിന്നിൽ വ്യാപരിക്കുന്നത് സ്വയാത്മാവല്ല, നിന്നിൽ വ്യാപരിക്കുന്നത് ദുരാത്മാവല്ല.
യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്റെ മൺകൂടാരത്തിൽ ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ മടങ്ങി വരവിന്റെ കാലൊച്ച കേൾക്കാൻ കാലം അടുത്തു വരുമ്പോൾ ഇന്ന് രാത്രി ആളി കത്തുന്ന രാത്രിയാകണം. തിരിച്ചറിയുക, ഈ തലമുറയിൽ എന്റെ കർത്താവ് മടങ്ങി വരും. സംഭവങ്ങൾ അങ്ങോട്ട് അതിവേഗം പാഞ്ഞടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ അതിവിശിഷ്ട പ്രവചനങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയതാണ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. സ്തോത്രം. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ഒരു സെക്കൻഡ് ആ ഒലിവ് മലയുടെ മുകൾ പരപ്പിലേക്ക്, അല്ലെങ്കിൽ സ്തോത്രം ഗലീല മലയുടെ മുകളിലേക്ക് ഒന്ന് കൊണ്ടുപോകുകയാണ്. ഒന്നിച്ച് നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം കേട്ടോ. എന്നോടൊപ്പം സജ്ജമായിട്ടുള്ള ദൈവമക്കളെല്ലാം ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. മടങ്ങി വരവ് കൊതിക്കുന്ന ദൈവമക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ശക്തിയോടെ ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചേ. ദൈവത്തിന് സ്തോത്രം. വാത്സല്യ സഹോദരങ്ങളുടെ കാര്യം ഓർക്കണം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും ആകുമെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇരമ്പിപ്പെയ്യുന്ന മഴ ഒരു പ്രതലത്തെ മൂടിയത്. പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും മടങ്ങി വരവിന്റെ കാഹളം ധ്വനിക്കുന്നത്. എതിരെ വന്ന നോർവീജിയൻ കപ്പൽ എതിരെ ഒരു മഞ്ഞുമല വരുന്നു എന്ന് ടൈറ്റാനിക്കിന് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ പ്രതീക്ഷിച്ചില്ല. പള്ള കീറി മുറിഞ്ഞ് രാത്രി 11 മണിക്ക് ഇടിയേറ്റ് വെളുപ്പിന് 2:30 സമുദ്രത്തിലെ കാണ്ട് 1500 യാത്രക്കാർ മരവിച്ച് മഹാസമുദ്രത്തിൽ തീരാൻ പോകുകയാണെന്ന്. പക്ഷെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ആ ദുരന്തം സംഭവിച്ചത്. കടലകത്തോട്ട് വലിഞ്ഞപ്പോൾ നമ്മുടെ ആളുകൾ വിചാരിച്ചില്ല കരയെ വിഴുങ്ങുന്ന സുനാമിക്ക് വേണ്ടി കടൽ ഒരുങ്ങുകയാണെന്ന്. മീൻ പിടിക്കാൻ ഇറങ്ങിയവർക്ക് തെറ്റി. അധികം താമസിക്കാതെ ആയിരങ്ങളെ വിഴുങ്ങിയ കടൽ തിരിച്ച് കയറി വന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ പ്രതീക്ഷയോടെ വേൾഡ് ട്രേഡ് സെന്ററിൽ ജോലിക്ക് കയറിയ ആളുകൾ കോർത്തില്ല അതിഭയങ്കരമായ യാത്രാവിമാനം ഇടിച്ച് ഈ ദൈവത്തിന് സ്തോത്രം അലൂമിനിയം കെട്ടിടം ഉരുകിത്തീരാൻ ഇനിയും മിനിറ്റുകളെ ഉള്ളെന്ന്. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ഓർക്കണം, ഉണ്ടും ഉറങ്ങിയും നമ്മൾ യാത്ര ചെയ്യുന്ന നിമിഷാർത്ഥങ്ങൾക്കിടയിൽ രക്തത്താൽ ജയം. ചില വ്യക്തികൾ കിടക്കയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ചിലർ ജോലി സ്ഥലത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ചിലർ പ്രഭാത ഭക്ഷണത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് കാഹളത്തിന്റെ ഉരത്ത നാദത്തിൽ ഒരുപറ്റം വിശുദ്ധന്മാർ ഈ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് പറന്നുയരുന്ന ആ മഹാസംഭവം നടക്കുമെന്ന് കാത്തിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി പറയണം, അത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണത്തക്ക വിധം ഈ തലമുറയിൽ ഞങ്ങൾ ഒരുങ്ങുകയാണ്. രക്തത്താൽ ജയം. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഒരു ദൈവവൈതൽ പോലും ഇതിനകത്ത് മൗനമായിരിക്കരുത്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ മുഴുവൻ ആ ഒലിവുമലയിലേക്ക് ഒന്ന് കൊണ്ടുപോകുക കേട്ടോ. ആ ഗലീല മലയുടെ മുകൾ പരപ്പിലേക്ക്. ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ, നിങ്ങൾ എന്നെ കാണുന്നത് പോലെ പച്ച കണ്ണുകൾ കൊണ്ട്, ഹാലൂസിനേഷൻ ആയിട്ടല്ല. ഹാലൂസിനേഷൻ ഒരുതരം മാനസിക രോഗമാണ്. അതൊരു വ്യക്തിക്കുണ്ടാകുന്ന അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ദൃശ്യദൃഷ്ടികൾ കൊണ്ട്, മാംസ കണ്ണുകൾ കൊണ്ട്, ജഡ ചക്ഷസുകൾ കൊണ്ട് നേരിട്ട് കാണത്തക്ക വിധം, മാംസ സ്പർശനം ഏൽക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ശരീരത്തോടെ യേശു അവസാനമായി അവരുടെ കൺമുൻപിൽ നിൽക്കുകയാണ്. കൺമുൻപിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? കൈ കൂപ്പി പിടിച്ചോണ്ടല്ല നിൽക്കുന്നത്, കൈ താത്തിട്ടോണ്ടുമല്ല നിൽക്കുന്നത്. ആ കരങ്ങൾ അങ്ങോട്ട് ഉയർത്തി അവരെ ആശീർവദിക്കാൻ തുടങ്ങി. പർവ്വതത്തിന് മുകളിൽ യേശു കരങ്ങൾ ഉയർത്തി മാംസഭുജം പോലുള്ള പുനരുത്ഥാന ഭുജം കൊണ്ട് ആ കരമുയർത്തി അവരെ അനുഗ്രഹിക്കുമ്പോൾ 1000 കണ്ണുകൾ ചുറ്റും നിന്ന് കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പർവ്വതത്തിന് മുകളിൽ ഒരാൾ കരമുയർത്തി നിൽക്കുന്ന കാഴ്ച ഒരു പറ്റം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഓർപ്പിക്കുന്ന രംഗം, പണ്ടൊരിക്കൽ മോശ പർവ്വതത്തിന് മുകളിൽ കരമുയർത്തി നിൽക്കുമ്പോൾ പാളയത്തിലേക്ക് ദൈവശക്തി വ്യാപരിച്ചിട്ട് യോശുവയുടെ കരത്തിന് കരുത്ത് വ്യാപരിച്ചതുപോലെ ഈ ലോകമാകുന്ന പാളയത്തിൽ പാതാള ശക്തികളോട് യുദ്ധം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ കൈകൾ ഉയരുമ്പോൾ എന്റെ പ്രാർത്ഥനയുടെ കരങ്ങൾ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി ഉയർന്നിരിക്കുമെന്ന ഉറപ്പോടെ യേശുവിന്റെ കരങ്ങൾ പർവ്വതത്തിന് മുകളിൽ അങ്ങ് ഉയർന്നു നിൽക്കുകയാണ്. പ്രാർത്ഥിച്ചു തുടങ്ങണേ, പ്രാർത്ഥിച്ചു തുടങ്ങണേ. ഇതാ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുന്ന ദൈവശക്തിയുടെ കനത്ത വ്യാപാരത്താൽ എന്റെ യേശു മുകളിലേക്ക് ഉയരുകയാണ്. നിങ്ങൾ കണ്ടോ? അതെ, ഇത് ഭാവനയല്ല
കേട്ടോ, 1000-ഓളം കണ്ണുകൾ നോക്കി നിൽക്കുകയാണ് മുകളിലേക്ക് മുകളിലേക്ക് മുകളിലേക്ക്. മേഘപാളികൾക്കിടയിലൂടെ വ്യോമപാളയത്തിലൂടെ വെള്ളി മേഘങ്ങളെ പാദത്തെ മൂടുമ്പോൾ അവിടുന്ന് മുകളിലേക്ക് ഉയരുന്ന വേളയിൽ അവർ നോക്കി നിൽക്കുകയാണ്. സ്തോത്രം. ഈ സമയം ഒരു ശബ്ദം കേട്ട് അവർ ഞെട്ടിത്തരിച്ചു. എന്തായിരുന്നു ശബ്ദം എന്നറിയാമോ? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ അവൻ പോകുന്നത് പോലെ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും. ഇന്ന് രാത്രി ജീവൻ പ്രാപിച്ച ദൈവമക്കളുടെ മുൻപിൽ പെരിങ്ങനാട്ടെ ആരാധനയ്ക്ക് മധ്യത്തിൽ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, അപ്പോസ്തോലിക സഭയുടെ ആദ്യത്തെ യൂണിറ്റ് അവരുടെ പച്ച കണ്ണുകൾ കൊണ്ട് യേശുവിന്റെ സ്വർഗാരോഹണം കണ്ടെങ്കിൽ, അപ്പോസ്തോലിക സഭയുടെ ഒടുവിലത്തെ യൂണിറ്റ് അവരുടെ പച്ച കണ്ണുകൾ കൊണ്ട് അവന്റെ മടങ്ങി വരവ് കാണും എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ശബ്ദം ഉയർത്തി പറയണം, അത് ഈ തലമുറയിൽ സംഭവിക്കത്തക്ക വിധം കാലം അതിന്റെ കടശിദിനങ്ങളിലേക്ക് അടുക്കുകയാണ്. എന്തായിരിക്കും അതിന്റെ അതിപ്രധാനപ്പെട്ട ലക്ഷണം? അതിന്റെ അതിപ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന്, റോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. റോഷ് റഷ്യ, മേശക് മോസ്കോ, തൂബൽ സൈബീരിയ. റഷ്യയുടെ പിൻബലത്തോടെ പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തോഗർമ ഗ്രഹവും, പാർസികൾ, ഇറാൻ, പേർഷ്യ ഉൾപ്പെടെയുള്ള അറബി രാജ്യങ്ങൾ ഒരു വശത്ത്, ശബയും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ ബാലസിംഹങ്ങളും നിന്നോട്. സമയം എപ്പോഴാണ്? പല ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ട് പല ദേശത്ത് നിന്ന് സ്വീകരിക്കപ്പെട്ട ജനങ്ങൾ ഭൂമധ്യ സ്ഥാനത്ത് മടങ്ങി വന്ന് പാർക്കുന്ന സമയം, ഇറാന്റെ പിന്തുണയോടുകൂടെ അതിഭീകരമായ റഷ്യൻ ശക്തിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പൗരസ്ത്യ ശക്തികൾ സമ്മേളിച്ച് അതിഘോരമായ ഒരു വ്യോമയുദ്ധം നടക്കും. ആ വ്യോമയുദ്ധത്തിൽ അത്യുഗ്രമായ ഒരു ആണവ പ്രയോഗം അവിടെ സംഭവിക്കും. ആ സംഭവിക്കുന്ന ആണവ പ്രയോഗത്തിന്റെ പ്രത്യാഘാതം കനത്ത റേഡിയേഷൻ ആയിരിക്കും. കത്തി വീഴുന്ന ജൈവ വസ്തുക്കളിൽ മനുഷ്യൻ കൈകൊണ്ട് പോലും തൊടാൻ കഴിയാത്ത വികിരണം ചെയ്യപ്പെടുന്ന ആയുധം ആ മണ്ണിൽ ഉപയോഗിക്കും എന്ന് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ എഴുതി വച്ച വിശുദ്ധ ബൈബിൾ കൈകളിലിരിക്കുന്ന ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ഞാൻ വിശ്വസിക്കുന്നു ഈ തലമുറയിൽ എൻ്റെ കർത്താവ് മടങ്ങി വരും. അത് കൊതിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി പറയണം, എൻ്റെ കർത്താവ് ഈ തലമുറയിൽ മടങ്ങി വരും. സംഭവങ്ങൾ അതിന്റെ അവസാനത്തെ പേജുകളിലേക്ക് ഓടിയടുക്കുകയാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് ഒരു വസ്തുത ഓർപ്പിക്കുന്നു. സുവിശേഷം അംഗീകരിക്കാത്തവർ, അനുസരിക്കാത്തവർ യേശുക്രിസ്തുവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ട് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ ചേർന്ന് ഒന്ന് ശബ്ദം ഉയർത്തി പറയണം, നിത്യനാശം എന്ന ശിക്ഷാവിധി. ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ. നിത്യനാശം എന്ന ശിക്ഷാവിധി. ഒന്ന് ശബ്ദം ഉയർത്തി പറയാമോ? സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? കരം ഒന്ന് ഉയർത്തിക്കേ. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് പോകുന്ന ലക്ഷണമല്ല, എന്നാൽ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് പ്രത്യാശ മുഖത്ത് തിളയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രത്യാശ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ മടങ്ങിവരവാണ്. ഞാൻ പറയുന്ന വാക്യങ്ങൾ എന്നോട് ചേർന്ന് പറയുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ ഉദ്ധരിക്കണം. കർത്താവ് തൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശങ്ങളിൽ കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മുടെ കർത്താവ്
കർത്താവായ യേശു രക്ഷിതാവെന്ന് വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഉരിവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഈ കൂടാരത്തിൽ ഇരിക്കുന്ന ഇടത്തോളം ഞങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്ന ദൈവം തന്നെ. അവനവൻ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അങ്ങനാണെങ്കിൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നിത്യ വീടിനെ ആത്മകണ്ണുകൾ കൊണ്ട് കണ്ട് ശബ്ദം ഉയർത്തി കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകണം. 6 അടി മണ്ണിൽ നീറിത്തീരുന്ന ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഇന്ന് രാത്രി നീ ദൈവത്തെ ആരാധിക്കുന്നത്. പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് സുഖിച്ചു മതിച്ചു പുളച്ച് രസിച്ച് ഈ മണ്ണിൽ സുഖലോലുപതയിൽ കഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ നിന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും, എന്നാൽ മാറി പുതയ്ക്കാൻ പുതപ്പില്ലെങ്കിലും വെച്ച കഞ്ഞിക്കൊഴിക്കാൻ ഉപ്പില്ലെങ്കിലും ഇന്ന് രാത്രി ഞാൻ കിടക്കുന്ന കിടപ്പറ എൻ്റെ നിത്യവിശ്രമത്തിന്റെ ഉറക്കമായി മാറിയാൽ, എൻ്റെ കണ്ണ് തുറന്നാൽ എൻ്റെ വിശ്രമം എൻ്റെ രക്ഷകന്റെ മാർവിലായിരിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവ പൈതൽ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ഇടം വലം നോക്കാതെ ആത്മാവിൽ വിളിച്ചു പറയണം, എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നിത്യശിക്ഷാവിധി എന്ന കത്തുന്ന പൊയ്കയല്ല. എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നിത്യ പറുദീസ എന്ന വിശ്രമ സ്ഥലമാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കളുടെ നാവിൽ ആരാധന ഉയരട്ടെ. ഇതിനകത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പാതാള ശക്തികൾ ചില വ്യക്തികളുടെ മേൽ അവരുടെ ബന്ധനത്തിന്റെ നുകക്കഴികൾ വെച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവി രാത്രിയിലെ വ്യക്തികളോട് പറയുന്നു, നിനക്ക് മുൻപിൽ തുറന്നു കിടക്കുന്ന സ്വർഗത്തെ വിട്ടിട്ട് നിത്യ നരകത്തിലേക്ക് നിന്നെ വലിച്ചിഴയ്ക്കാൻ നിന്റെ തലച്ചോറിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ആ പൈശാചിക ശക്തികളുടെ കെട്ടിനെ ഇന്ന് രാത്രി സ്വർഗം അഴിച്ചു മാറ്റിയിട്ട് നിന്നെ പറുദീസയ്ക്ക് അർഹനാക്കാൻ ആ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഞാൻ ഈ രാത്രിയിൽ നരകത്തിനുള്ളവനല്ല, ഞാൻ പറുദീസയ്ക്കുള്ളവനാണ് എന്ന് കൊതിക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകണം. നിത്യനാശം എന്ന ശിക്ഷാവിധി സ്വർഗമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എത്ര പ്രതീക്ഷയാണ് നമ്മുടെ സ്വർഗത്തെക്കുറിച്ചുള്ള സങ്കല്പമല്ലേ. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ബാക്കിയുടെ എന്നോട് ചേർന്ന് പറയാമോ? ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അത് വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. അങ്ങനാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവവൈതലിന്റെ പ്രതീക്ഷ കത്തുന്ന അഗ്നി നരകമല്ല, നിത്യനാശമെന്ന ശിക്ഷാവിധിയല്ല, നമ്മുടെ രക്ഷകൻ ഒരുക്കുന്ന നിത്യവീട. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ പുത്തനാം യെരൂശലേം അല്ലേ, 1200 നാഴിക നീളവും 1200 നാഴിക വീതിയും 1200 നാഴിക ഉയരവുമുള്ള സമചതുര ഘനവടിവമായ നീളവും വീതിയും ഉയരവും സമമായ ആ മുത്തുമയമായി വിളങ്ങും പട്ടണമണത്. പുത്തൻ യെരൂശലേം പുരം തത്ര ശോഭിതം, വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാം പട്ടണം, അതിന്റെ ഭംഗി വർണ്ണ്യമല്ലഹോ എന്ന് പാട്ടുകാരൻ പാടിയതുപോലെ ഇന്ന് രാത്രി അതിനായി കൊതിക്കുന്ന ദൈവമക്കൾ ഇവിടുന്ന് ആത്മാവിൽ വിളിച്ചു പറയണം, അത് യാഥാർത്ഥ്യമാണ്. എന്റെ ഉള്ളം അതിനായിട്ടാണ് കൊതിക്കുന്നത്. നിങ്ങൾക്കറിയാമോ സാധു സുന്ദരസിംഗിനെ? ആ ശ്രദ്ധേയനായ പ്രേക്ഷിത വര്യൻ ഹിമാലയ മേഖലയിൽ ഒരു പ്രാർത്ഥനാന്തരീക്ഷത്തിലായിരുന്നു. തന്റെ സ്വകാര്യ സാക്ഷ്യമായി തന്നെ എഴുതിയിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെളിപ്പാടിൽ യോഹന്നാൻ ഉണ്ടായതുപോലെ ഒരു അനുഭവം ഉണ്ടായി. ശരീരത്തിൽ നിന്ന് ആത്മലോകത്തിലേക്ക് പുറത്തിറങ്ങുന്നത് തനിക്ക് മനസ്സിലായി. ആത്മസ്വരൂപിയായി താൻ സ്വർഗ പറുദീസയിലേക്ക് നടന്നെടുക്കുമ്പോൾ സ്വർഗം തന്റെ കണ്ണിന് മുൻപിൽ മലർക്ക തുറക്കപ്പെട്ടു. അവിടേക്ക് തേജസ്സിൽ അടുക്കുമ്പോൾ തന്റെ കൺമുൻപിലേക്ക് തേജസ്വിയായ ഒരാൾ നടന്നെടുത്തു വരുന്നു. എന്നിട്ട് ചോദിച്ചു, സർ എന്നെ അറിയുമോ സർ? അപ്പോൾ സുന്ദരസിംഗ് മറുപടി പറഞ്ഞു, അറിയത്തില്ലല്ലോ.
ഇത്ര ദിവസങ്ങൾക്ക് പുറകിൽ ഇന്ന കുഷ്ഠരോഗി ആശുപത്രിയിൽ അവിടെ വന്ന് ഒരു പച്ച മറയ്ക്കകത്ത് ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ഇരുന്നു പോയ, മൂക്കും വിരലുകളുമൊക്കെ ദ്രവിച്ചു പോയ ഒരു കുഷ്ഠരോഗിയുടെ അടുക്കൽ നിന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ആ വ്യക്തിയാണ് ഞാൻ. ആ ആശുപത്രിയിൽ ഇന്ന സമയത്ത് ഇത്ര മണിക്ക് ഇത്രാം തീയതി ഞാൻ മരിച്ചു. ശ്രദ്ധിച്ചേക്കണേ. പെട്ടെന്ന് ഞാൻ ഈ ലോകത്തിലേക്ക് എത്തി സാർ. എന്റെ ദ്രവിച്ചു പോയ വിരലും, എന്റെ മുറിഞ്ഞു പോയ മൂക്കും, എന്റെ ദ്രവിച്ചു പോയ ശരീരഭാഗങ്ങളും തിരികെ വന്ന് ഞാൻ ഈ തേജസ്സിന്റെ രൂപത്തിലായി സാർ. പെട്ടെന്ന് ആത്മനിദ്രയിൽ നിന്നും ഇദ്ദേഹം ഉണർന്നു, ആത്മവിവശതയിൽ നിന്ന് ഉണർന്നു. അദ്ദേഹം നേരെ ഹോസ്പിറ്റലിൽ പോയി രജിസ്റ്റർ എടുപ്പിച്ചു. പരിശോധിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ പേരുകാരനായ ഒരാൾ മരിച്ചു എന്ന് അയാൾ പറഞ്ഞതായ ടൈമും ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ, ഡെത്ത് രജിസ്റ്ററിൽ ഈ ആളിന്റെ മരണസമയം കുറിച്ചിരിക്കുന്ന ടൈമും തമ്മിൽ ഒത്തുനോക്കിയപ്പോൾ ഞെട്ടി. ഈ ആൾ ആത്മലോകത്തിൽ വെച്ച് മരിച്ചു എന്ന് പറഞ്ഞ അതേ സമയത്താണ് ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ ആ മരണം കുറിച്ചിരിക്കുന്നത്. ഞാൻ എന്തിനാണ് പ്രാരംഭത്തിൽ ഈ ഉദാഹരണം പറഞ്ഞെന്നറിയാമോ? ശരീരരഹിതമായി ആത്മലോകത്തിലേക്ക് കടക്കുന്ന പ്രതിഭാസം വിശ്വസിക്കാത്ത ഒരു തലമുറയ്ക്ക് നടുവിൽ ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ പറയണം, നിത്യത സത്യമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുക മാത്രമല്ല, ഇന്ന് രാത്രി എൻ്റെ മേലുള്ള ഇരുട്ടിന്റെ ശക്തികൾ അഴിഞ്ഞു മാറുന്ന രാത്രിയാകട്ടെ. പറുദീസയ്ക്ക് ഞാൻ അർഹനായി മാറണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നരകം സ്വർഗം സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നരകം സത്യമാണോ? നരകം സത്യമാണോ? വേദപുസ്തകത്തിൽ നരകത്തെക്കുറിച്ച് ആദ്യം പഠിപ്പിച്ചത് ആരാണ്? പുതിയ നിയമത്തിൽ നരകത്തെക്കുറിച്ച് ഏറ്റവും അടിസ്ഥാനപരമായി പഠിപ്പിച്ചത് ഞാൻ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ്. ചില ആളുകൾ പറയാറുണ്ട്, പാസ്റ്ററേ പേടിപ്പിക്കരുത്, പേടിപ്പിക്കരുത്. നിങ്ങളുടെയൊക്കെ ഒരു സുവിശേഷ പ്രസംഗത്തിന്റെ പേടിപ്പിക്കൽ. ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു, അത്രയങ്ങ് മൂത്താലേ ഞാനൊരു കാര്യം ഉറപ്പായി പറയുക, നരകത്തിൽ 10 ഏക്കർ വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. വീഗാലാൻഡിൽ പോന്നത് പോലെ പോന്നെന്ന ധാരണ. സ്തോത്രം. നരകം സത്യമാണെന്ന് യേശു പഠിപ്പിച്ചപ്പോൾ ആ പഠിപ്പിക്കൽ പേടിപ്പിക്കലിൻ്റെതായിരുന്നു. എന്റെ സഹോദരങ്ങൾ ഗ്രഹിക്കണം, 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ ബൈബിളിൽ ഒരിടത്ത് പോലും സുവിശേഷ പ്രസംഗത്തിൽ ചിരിപ്പിച്ചിട്ടില്ല. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ഇത് ഹാസ്യ കലാപരിപാടിയല്ല. കാനമച്ചന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്റെ അപ്പന്റെ മരണം പറയുന്ന രംഗമായത്. അടുത്ത വീട്ടിൽ ചെന്ന് അപ്പൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് ചിരിച്ചേച്ചു പോന്നെങ്കിൽ തനി വാട്ട. സ്തോത്രം. കാൽവറിയിൽ എന്റെ രക്ഷകൻ എനിക്ക് വേണ്ടി പകരം ബലിയായെന്ന് വിളിച്ചു പറഞ്ഞ് നിത്യതയ്ക്കായി ആത്മാക്കളെ ഒരുക്കുന്നതാണ് സുവിശേഷ പ്രസംഗമെങ്കിൽ ഇന്ന് രാത്രി കാത് തുറന്ന് കേൾക്കണം, നരകം സത്യമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ രാത്രി ചോദിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ ശ്രദ്ധേയ പ്രഭാഷണം ആരംഭിക്കും മുൻപ് ദൈവത്തിന്റെ ദാസൻ യോഹന്നാൻ സ്നാപകൻ പ്രസംഗത്തിൽ ഇറങ്ങിയപ്പോൾ പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാർ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു. ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷമൊക്കെയും വെട്ടിത്തീയിടുന്നു. എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാർ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവൻ എന്നിലും ബലമേറിയവൻ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവന്റെ കൈകളിലുണ്ട്. യേശുവിനെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ കാണുന്ന ആ രംഗത്തെ പ്രഭാഷകന്റെ ചൂടും ചൂര്യമുള്ള ആ പ്രസംഗത്തിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന വയലിനെ ചൂണ്ടിക്കൊണ്ട് ചിത്രീകരിക്കുകയാണ്. കണ്ടോ, ആ വയലിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന വയലിൽ കതിരിൽ പതിരും മണിയും നിൽക്കുന്നത്,
പതിരിട്ടിരിക്കുന്ന അതേ ജൂബ തന്നെയാണ് മണിയും ഇട്ടിരിക്കുന്നത്. പതിരിരിക്കുന്നതിന്റെ അടുത്ത കസേരയിലാണ് മണിയും ഇരിക്കുന്നത്. കണ്ടാൽ ഇപ്പൊ പറക്കും എന്ന മട്ടിലാണ് മണിയുടെ അടുത്ത് പതിരിന്റെ ഒരു നിപ്പേ. എന്നാൽ അധികം താമസിക്കാതെ വീശുമുറം കയ്യിലെടുക്കുന്നവൻ പതിരിനെയും മണിയെയും തമ്മിൽ തനിനിറം മനസ്സിലാക്കി തിരിച്ചിട്ട് മണിയെ കളപ്പുരയിലേക്കും പതിരിനെ തീപ്പൊയ്കയിലേക്കും വലിച്ചെറിയാൻ കയ്യിൽ വീശുമുറമായി വരുന്ന ഒരു ജഡ്ജിയാണ് ഈ വരാൻ തുടങ്ങുന്ന രക്ഷകനെങ്കിൽ യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ പ്രസംഗിച്ചത് ഇവൻ അധികാരിയാണ്. ആത്മാക്കളെ നരകത്തിയിൽ വേവിക്കാൻ അധികാരത്തോടെ കൽപ്പന പുറപ്പെടുവിക്കാൻ കഴിവുള്ള തീയുടെ ഉടമയാണിവൻ. ഹോ, എന്റെ യേശു പ്രസംഗിച്ച വാക്കുകൾ നിങ്ങൾക്കറിയാമോ? സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ, അവനെ നിസ്സാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കാൻ പോരാടുവീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലവും വഴി വീതിയുള്ളതും കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും അതിന്റെ വഴി ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കവും അത്രേ. അങ്ങനാണെങ്കിൽ നാഷണൽ ഹൈവേയിലൂടെയുള്ള യാത്രയല്ല പർദീസയിലേക്കുള്ള യാത്ര. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അന്നാളിൽ കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും എന്നോട് പറയും. ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും. ഇന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. അങ്ങനാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഇത്ര കർക്കശമായി പഠിപ്പിച്ച സാക്ഷാൽ ഗുരു ഞാൻ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ്. നിന്റെ വലം കൈ നിന്നെ കിടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടിയെടുത്ത് എറിഞ്ഞു കളക. രണ്ട് കൈയുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കയ്യനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. നിന്റെ കണ്ണ് നിന്നെ കിടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചുഴന്നെടുത്ത് എറിഞ്ഞു കളക. രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. അവിടെ എല്ലാവരും തീ കൊണ്ട് ഊപ്പിടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഉപ്പിടും എന്ന് പറഞ്ഞാൽ തീക്കകത്ത് പുതപ്പിച്ചു വെക്കുന്ന ഒരു നരകം സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാണെന്ന് പഠിപ്പിച്ചത് എന്റെ രക്ഷകനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മീൻ ഊറച്ചിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? സ്തോത്രം. ആദ്യം ഉപ്പടുക്കും, അതിന്റെ പുറത്തിൽ മീനടുക്കും, വീണ്ടും ഉപ്പടുക്കും, വീണ്ടും മീനടുക്കും. അങ്ങനെയാണെങ്കിൽ ഉപ്പിനകത്ത് മീനെ പുതപ്പിച്ച് വെക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന് യേശു പഠിപ്പിച്ചെങ്കിൽ, സ്തോത്രം, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ ആകാശവും ഭൂമിയും ഓടിപ്പോയി, അവയെ കണ്ടില്ല. മരിച്ചവർ ആ ബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അടുത്ത വാചകം എന്നോടൊപ്പം ദൈവമക്കളുടെ സദസ്സിനൊന്ന് ശബ്ദം ഉയർത്തി പറയാമോ? ജീവപുസ്തകത്തിൽ പറഞ്ഞാട്ടെ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും, സ്തോത്രം, ഏവനെയും. നമ്മൾ ഇന്ന് രാത്രി ഗൗരവമായത് കേൾക്കണം. കാലിലെ ചെരിപ്പൂരി ഇട്ടിട്ട് മോശ തീയുടെ മുൻപിൽ നിന്ന ഗൗരവത്തോടെ എൻ്റെ സദസ് ഇന്ന് രാത്രി ചെവി തുറന്ന് കേൾക്കണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് പറഞ്ഞാൽ വീഗാലാൻഡും ഊട്ടിയും കൊടൈക്കനാലുമല്ല, തീ കൊണ്ട് കത്തിച്ചൊലിക്കുന്ന ആത്മാക്കൾ നിലവിളിക്കുന്ന ഒരു തീപ്പൊയ്ക സത്യമാണെന്ന് ഞാനല്ല പഠിപ്പിച്ചത്, എന്റെ രക്ഷകനാണ് പറഞ്ഞതെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, അത് യാഥാർത്ഥ്യമാണ്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഇത് ചിന്തിക്കാൻ നമ്മുടെ മനസ്സിനെ മറ്റവൻ അനുവദിക്കുകയില്ല. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്നവരോട്, ഇനി എത്ര നാൾ ഇവിടെ ഉണ്ട്? പകുതി ജീവൻ പോയി. ആകെയൽപ്പ. അതിൻ്റെ ഒരു വലിവ് കണ്ടോ ആ പാട്ടിൻ്റെ?
ഇനി എത്ര നാൾ ഇവിടെയുണ്ട്? മഹാഭാരത കഥകളിൽ ശ്രദ്ധേയമായിട്ടുള്ള കഥയാണ് യുധിഷ്ഠിരൻ സഹോദരങ്ങളെ വനവാസ സമയത്ത് വെള്ളത്തിനയച്ചൊരു കഥ. വളരെ താത്വികമാണ് ആ കഥ, ഭാരതീയ ചിന്തകളിലെ താത്വികമായ കഥ. ആദ്യത്തെ ആള് ചെന്നു, ജലാശയം കണ്ടു, നീലിമ കലർന്ന പളുങ്കുപോലുള്ള വെള്ളം കണ്ടപ്പോൾ ആർത്തിയോടെ വെള്ളം കോരി കൈക്കുമ്പിളിലേക്ക് അടുപ്പിച്ച് വായിലോട്ട് അടുപ്പിച്ചപ്പം ഒരു ശബ്ദം, ചോദ്യത്തിന് ഉത്തരം തരാതെ വെള്ളം കുടിക്കരുത്, മരണം ഉറപ്പാകും. പക്ഷെ പുള്ളി ആവേശം കൊണ്ട് കുടിച്ചു പോയി, മരിച്ചു വീണു. 1, 2, 3 മരണം തുടരുന്നു. ഒടുവിൽ അവസാനം പറഞ്ഞു വിട്ടയാള് തന്നെ ജലാശയത്തെങ്കിൽ ചെന്നു. വെള്ളം കണ്ടു കോരി വായോടടുപ്പിച്ചപ്പോൾ ശബ്ദം, ചോദ്യത്തിന് ഉത്തരം തരാതെ വെള്ളം കുടിക്കരുത്, മരണം ഉറപ്പാകും. സ്കൂളിൽ പഠിച്ച കഥയാ. ആ കഥയിൽ വലിയൊരു തത്വമുണ്ട്. ഇദ്ദേഹം ദാഹം കടിച്ചു പിടിച്ചുകൊണ്ട് ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ചെവി കൊടുത്തു. ഒന്നാമത്തെ ചോദ്യം ആ അശരീരി ചോദിക്കുകയാണ്, ഈ ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? നിങ്ങൾക്കറിയാമോ? ഉത്തരം കൊടുത്തത് ഇതാണ്, ഇടത്തും വലത്തുമുള്ളവർ മരിച്ചു വീഴുമ്പോഴും ഞാൻ മാത്രം ചിരഞ്ജീവിയായി ഇവിടെ തുടരും എന്ന് മനുഷ്യൻ ധരിക്കുന്ന മിഥ്യാബോധമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം. കാരണം 1.5 കിലോ ഭാരമുള്ള നമ്മുടെ തലച്ചോറെന്ന 25,000 കോടി നാഡീകോശങ്ങളും 15,000 ഇന്നർ ക്രോസ് കണക്ഷനുമുള്ള ഈ ബ്രെയിൻ സെറ്റപ്പ് നെഗറ്റീവായ കാര്യങ്ങളെ പുറന്തള്ളുകയും പോസിറ്റീവായതിനെ മാത്രം സ്വീകരിക്കുകയും ചെയ്യുന്ന നമ്മുടെ കെമിക്കൽ തലത്തിൽ ഒരിക്കലും സ്വന്തം മരണത്തെക്കുറിച്ച് ബോധപൂർവം ചിന്തിക്കാൻ സ്വയം അനുവദിക്കില്ല. നിങ്ങൾക്കറിയാമോ, ജനനമെന്ന 3 അക്ഷരത്തിനും മരണമെന്ന 3 അക്ഷരത്തിനുമിടയിൽ ജീവിതമെന്ന 3 അക്ഷരത്തിന് 4000 ആഴ്ചത്തെ ഇടവേളയേ ഉള്ളൂ. 4000 കൊല്ലമല്ല, 4000 ആഴ്ച. 29,200 ദിവസമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ചില ആൾക്കാർ ചിന്തിച്ചിരിക്കുക, പാസ്റ്ററെ 29,200 ഇനിയും ഉണ്ടല്ലോ. അല്ല, 40 കഴിഞ്ഞില്ലേ മിക്കവാറും ഒക്കെ. അങ്ങനാണെങ്കിൽ 10, 14,000 40 കഴിഞ്ഞവർക്ക് പലരുടെയും മുഖഭാവം കണ്ടിട്ട് 70, 80 ഒക്കെ ആയി. അങ്ങനാണെങ്കിൽ 1000, 1200, 500, 700 ദിവസത്തിനുള്ളിൽ ഇതിനകത്തിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുടെയും ശവസംസ്കാര ദിവസങ്ങൾ അടുക്കും. കണ്ണടച്ചാൽ നിന്റെ കൺമുൻപിൽ തെളിഞ്ഞു വരാൻ തുടങ്ങുന്നത് എന്താണ് എന്ന ചിന്ത ഇന്ന് രാത്രി ആഴത്തിൽ ഭരിക്കണം. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ട് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ബൈബിൾ പറയുന്ന സത്യമാണെങ്കിൽ നിത്യനാശം എന്ന ശിക്ഷാവിധിയുടെ സ്ഥലം ഉണ്ടാക്കിയതാരാണ്? സ്വർഗമുണ്ടാക്കിയതാരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും കൂടെ ഒറ്റ വായിൽ ഉത്തരം പറയും, ദൈവമാണ്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, നരകം ഉണ്ടാക്കിയതാരാണ്? നരകത്തിന്റെ സൃഷ്ടിതാവാരാണ്? സ്തോത്രം. നരകം ഉണ്ടാക്കപ്പെട്ടതാണോ? സ്വർഗം പ്ലാൻ ചെയ്യപ്പെട്ട സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ നരകം ഉണ്ടാക്കപ്പെട്ടതാണോ? ഒരു വാക്യം വേഗം ഒന്ന് വായിച്ച് സഹായിക്കണം. യെശയ്യാ 30:33 വേഗം വരണേ, ശ്രദ്ധിച്ച് മൈക്കിൽ കൂടെ വായിക്കണം. ഇത് ഇന്ന് രാത്രി ചെവി തുറന്ന് കേൾക്കണം, ശ്രദ്ധിച്ച് വായിച്ചാട്ടെ. യെശയ്യാ 30:33 വേഗം. ഇത്രയും സമയം എടുക്കോ? പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ. സ്വർഗം ഒരുക്കപ്പെട്ടതാണോ? ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. സ്വർഗം ഒരുക്കപ്പെട്ടതാണോ? ആ തങ്കക്കുട കെട്ടിടം, ആ പുത്തനാം യെരൂശലേം, ആ കനക കൊട്ടാരം, അത് ഒരുക്കപ്പെട്ടതാണെന്ന് മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ വിദഗ്ധമായ പ്ലാനിങ്ങിൽ ഡിസൈൻ ചെയ്ത സ്ഥലമാണ് സ്വർഗം. വിശുദ്ധ ബൈബിൾ പറയുന്നു, പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ. അതിന്റെ അർത്ഥം നരകമെന്ന ദഹന സ്ഥലം പ്ലാൻഡ് ആണ്. വായിച്ചാട്ടെ.
അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. അത് രാജാവിനായിട്ട് ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ. എങ്കിൽ അത് ഒരുക്കിയതാരാണ്? ഞാൻ ഉത്തരം പറയാം. യേശു ക്രിസ്തു തന്നെയാണ് നിങ്ങളുടെ ഡിസൈനർ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവനായും സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ ഈ പ്രപഞ്ചമെന്ന മഹാസൗധത്തിനകത്തെ ഓരോ മണൽത്തരികളുടെയും പുറകിൽ എൻ്റെ കർത്താവിൻ്റെ കരവേലയുണ്ടെങ്കിൽ അവൻ തന്നെയാണ് സ്വർഗത്തിൻ്റെയും അധികാരിയെങ്കിൽ അവൻ തന്നെയാണ് നരകത്തിൻ്റെ അധികാരി എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞ് വിളിച്ച് കരം ഉയർത്തിയിട്ട് പറയണം: നരകം സത്യമാണ്, അതിൻ്റെ ഡിസൈനർ ദൈവം തന്നെയാണ്. പൂജപ്പുര സെൻട്രൽ ജയിൽ ഡിസൈൻ ചെയ്തത് ആരാണ്? വിയൂർ ജയിൽ ഉണ്ടാക്കിയത് ആരാണ്? ഈ രാജ്യത്തെ തിഹാർ ജയിൽ ഉണ്ടാക്കിയത് ആരാണ്? അത് ഏത് ഖജനാവിലെ പണം കൊണ്ടാണ് ഉണ്ടാക്കിയത്? അത് ഈ രാജ്യത്തിന്റെ ഖജനാവിലെ പണം കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ ദൈവം തന്നെയാണ് നരകത്തിന്റെ പ്ലാനർ. ഇനിയും എന്തിനാണ് നരകം സൃഷ്ടിച്ചിരിക്കുന്നത്? ശ്രദ്ധിച്ചു കേൾക്കണേ. ദൈവം തന്റെ കോപം കാണിപ്പാനും അവന്റെ ശക്തി വെളിപ്പെടുത്തുവാനും നാശപാത്രങ്ങളായ ഈ കോപപാത്രങ്ങളെ ക്ഷമയോടെ സഹിച്ചാണ് ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ എൻ്റെ മേൽ വെളിപ്പെട്ടത് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഒന്ന് ശബ്ദമുയർത്തി അടുത്തിരിക്കുന്ന ആളിൻ്റെ കാതിൽ ഒന്ന് മുഴങ്ങത്തക്ക വിധത്തിൽ കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞേ: എന്നെ എൻ്റെ ദൈവം തെരഞ്ഞെടുത്തത് തൻ്റെ സ്നേഹം കാണിക്കാനാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞേ. ദൈവത്തിന് സ്തോത്രം. ഇരുട്ടിന്റെ ശക്തികൾ അവകാശവാദം ചെയ്ത് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ പ്ലാൻ ചെയ്ത നിന്റെ ജീവന്റെ മേൽ വ്യാപരിച്ച മരണശക്തികളെ അഴിച്ചുവിട്ട് നിന്നെ പറുദീസയ്ക്ക് അർഹനാക്കിയത് മനുഷ്യന്റെ കരമല്ല, എൻ്റെ കർത്താവിന്റെ കരമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരമടിച്ച് ഒന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് വിളിച്ചു പറയണം: റാന്നിക്കാരനായ എന്നെ ഈ വേദിയിൽ നിർത്തിയപ്പോൾ എൻ്റെ ദൈവത്തിന് എൻ്റെ മേൽ വെളിപ്പെടുത്താൻ കഴിഞ്ഞത് സ്നേഹത്തിന്റെ പ്രകടനമാണെങ്കിൽ രക്തത്താൽ ജയം വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ, തള്ളിക്കയറുന്ന തിരമാല പോലെ ഇത് രാത്രി പെരിങ്ങനാട് കൺവെൻഷൻ ഗ്രൗണ്ടിൽ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ ബന്ധിച്ചൊതുക്കി നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന നിന്റെ ജീവിതത്തെ അടിച്ചമർത്തി വെച്ച പൈശാചിക ബന്ധനത്തെ തല്ലി തകർത്തുകൊണ്ട് ഇരുട്ടിന്റെ കൈകൾ നിന്നെ വിടുവിച്ച് പറുദീസയ്ക്ക് നിന്നെ ഓഹരിക്കാരനാകാൻ നിന്നെ വിളിവിച്ച ദൈവത്തിന്റെ കരം ഈ രാത്രി നിന്റെ മേൽ ചിത്രവേല ചെയ്യുകയാണ്. അത് മറ്റൊന്നുമല്ല, അവൻ നിന്റെ മേൽ വെളിപ്പെടുത്തിയത് രാജാവിന്റെ സ്നേഹമാണെങ്കിൽ ഈ രാത്രി വിളിച്ചു പറയണം: എന്റെ മേൽ വെളിപ്പെട്ടതിന്റെ പേരാണ് മഹാരാജാവിന്റെ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതെങ്കിൽ നരകത്തിൽ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ കോപമാണ്. രാജാവിന്റെ കോപം സിംഹഗർജനത്തിന് തുല്യമെന്ന വചനം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കോപം അത് ആർക്ക് സഹിക്കാൻ പറ്റും? ഹിറ്റ്ലർ കോപം കൊണ്ട് തിളച്ചു കത്തിയപ്പോൾ അത് 60 ലക്ഷം യഹൂദന്മാരെ ഗ്യാസ് ചേംബറിലിട്ട് പുഴുങ്ങി മാംസത്തിൽ നിന്ന് നെയ് വെട്ടിയെടുത്ത് സോപ്പുണ്ടാക്കി യൂറോപ്യൻ ചന്തകളിൽ വിറ്റെങ്കിൽ ദൈവത്തിന്റെ കോപത്തിന്റെ ഭയങ്കരത്വത്തെ അളക്കാൻ നമ്മുടെ ബുദ്ധിക്ക് ശക്തിയില്ല കേട്ടോ. ഇവിടെ ഒരു നല്ല ഗായകനുണ്ടെങ്കിൽ ആ പാട്ടുകാരന് സദസ് എന്ന രംഗം വേണം അതൊന്ന് പാടി പ്രതിഫലിപ്പിക്കാൻ. നല്ല ഒരു എഴുത്തുകാരനുണ്ടെങ്കിൽ അവന് പേനയും പേപ്പറും വേണം അവന്റെ ഭാഷയൊന്ന് എഴുതി തെളിയിക്കാൻ. നല്ലൊരു ചിത്രകാരനുണ്ടെങ്കിൽ അവന് നന്നായി ചിത്രം വരയ്ക്കാൻ ഒരു ക്യാൻവാസ് വേണം. അങ്ങനാണെങ്കിൽ സ്വർഗത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തെരഞ്ഞെടുത്ത സ്നേഹപാത്രങ്ങളാണ് ഇവിടുന്ന് കൂടിയിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പോരാ ശബ്ദമുയർത്തി പറയണം: പൈശാചിക ശക്തികൾ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചഴയ്ക്കാൻ പദ്ധതികൾ തയ്യാറാക്കി
തയ്യാറാക്കിയിരിക്കെ തന്റെ പുത്രന്റെ ചുടുനിണത്താൽ കഴുകി എന്നെ പർദീസയ്ക്ക് അർഹനാക്കാൻ എന്റെ മേൽ പകരുന്ന ദൈവസ്നേഹം ഓർത്ത് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളുടെ മുൻപിൽ, അഭിഷിക്തന്മാരായ ദൈവദാസന്മാരുടെ മുൻപിൽ നിങ്ങൾ അനുഭവിക്കുന്ന രക്ഷാനിർണയത്തിന്റെ മഹത്വം നിങ്ങൾ അറിയുന്ന ദിവസങ്ങൾ വരുന്നു എന്ന് അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറയണം, എന്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്നത് എന്റെ കർത്താവിന്റെ സ്നേഹമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം അത് തെളിയാൻ തുടങ്ങുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഞാൻ വിശ്വാസ കണ്ണുകളെ കാണുന്നു. സ്വർഗം ഈ ഗ്രൗണ്ടിന് മീതെ തുറന്ന് നിൽക്കുകയാണ്. ദൂതന്മാർ ഇന്ന് രാത്രി ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ഈ ഗ്രൗണ്ടിനെ ചുറ്റി മിന്നിക്കൊണ്ട് എന്റെ ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില വ്യക്തികളുടെ മേൽ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി അസാധാരണമായി കത്തിച്ചൊലിക്കുകയാണ്. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, ഇന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല ആ സ്നേഹത്തിന്റെ ആഴം എത്ര വലുതാണെന്ന്. എന്നാൽ അധികം താമസിക്കാതെ നിന്റെ മരണത്തോടുകൂടെ പർദീസയിലേക്ക് പറന്നുയരുന്ന നിന്റെ ആത്മാവ് നിത്യ പർദീസയിൽ എത്തിക്കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും നിന്റെ മേൽ വെളിപ്പെട്ട ദൈവസ്നേഹം എത്ര വലുതാണെന്ന്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി ദൈവസ്നേഹത്തിനായി ശബ്ദം ഉയർത്തി ആരാധന അർപ്പിക്കണം. എനിക്കറിയാവുന്ന ഒരു മാന്യ സഹോദരി ഒരു ഹോസ്പിറ്റലിൽ മരണത്തോടടുക്കുകയാണ്. പ്രസവാർത്ഥം അവളെ അവിടെ പ്രവേശിപ്പിക്കപ്പെട്ടതാണ്. പക്ഷെ പ്രസവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ശരീരത്തോട് ഘടിപ്പിച്ചു വെച്ചിരിക്കുന്ന ഉപകരണങ്ങൾ പറയുന്നു അവൾ മരണത്തിലേക്ക് അടുക്കുന്നു. ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന നേഴ്സസ് ഡോക്ടേഴ്സിനെ ചെന്ന് വിവരമറിയിച്ചു. ഹാർട്ട് ബീറ്റ് വല്ലാതെ താഴുന്നു, ലങ്സിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ തുടങ്ങുന്നു. ഡോക്ടേഴ്സ് ഓടി വന്നു, പരിശോധന നടത്തി, വെന്റിലേറ്റർ കണക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഭർത്താവ് വാതിക്കൽ എൻട്രൻസിലുണ്ട്. ഭർത്താവിനോട് പറഞ്ഞു, മരണം ഉറപ്പാകാൻ പോകുന്ന ലക്ഷണമാണ്, ഭാര്യയ്ക്ക് ഞങ്ങൾ വെന്റിലേറ്റർ കൊടുക്കുകയാണ്, അറിയിക്കേണ്ടവരെ അറിയിച്ചുകൊള്ളുക. വെന്റിലേറ്റർ കണക്ട് ചെയ്തു. പ്രസവത്തിന് ഓപ്പറേഷൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുത്തു. 2 കുഞ്ഞുങ്ങളുണ്ട്, 3ാമത്തെ കുഞ്ഞിന്റെ പ്രസവമാണ്. അപ്പോഴേക്കും വെന്റിലേറ്റർ കണക്ട് ചെയ്ത് കിടക്കുന്നു. സ്ഥലം സഭാ പാസ്റ്ററെ വിവരം അറിയിച്ചു. ഭർത്താവ് ഡോക്ടർ ജോൺസൺ ഓടിയെത്തി. പാസ്റ്റർ ചില വിശ്വാസികളും ആ ഹോസ്പിറ്റലിന്റെ റെസ്റ്റ് റൂമിലെത്തി. അവർ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, 3 പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ ഭൂമിക്ക് ദാനം ചെയ്ത ആ സാധുവായ സ്ത്രീ ഈ പ്രായത്തിൽ മരിച്ച് ആ കുഞ്ഞുങ്ങൾ അനാഥരാകരുതേ. അവൾ കണ്ണ് തുറന്ന് അവളുടെ കുഞ്ഞുങ്ങൾ കുമ്മ കൊടുക്കുന്ന കാഴ്ച നാളെ രാവിലെ കാണത്തക്ക വിധം ഞങ്ങളുടെ കണ്ണിന് അത്ഭുതം തരണമേ. ഞാനിന്ന് രാത്രി ഇതിനിടയ്ക്കൊരു ദൂത് പറയാം. സമയമാകുന്നതിന് മുൻപ് മരണദൂതൻ നിന്റെ പേർ കൈവെക്കാൻ അടുത്താൽ, പ്രാർത്ഥിക്കാൻ ഒരുപറ്റം ദൈവമക്കൾ പുറകിലുണ്ടെങ്കിൽ അവന്റെ കെട്ടുകളെ അഴിച്ചുവിട്ട് ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിവുള്ള കർത്താവിന്റെ കരം ഇന്ന് രാത്രി ഈ ആരാധിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ ചലിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ഒന്ന് കരമടിച്ചു ദൈവത്തെ ആരാധിച്ചു തുടങ്ങണം. ഈ രാത്രി അഭിഷേകത്തിന്റെ അധികാരത്തോടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ ഇത്രയും ദാസന്മാരുടെ നടുവിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ ജീവന്റെ മേൽ സമയമാകുന്ന മുൻപ് കൈവച്ച് നിന്നെ നിത്യ ബലഹീനതയിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കപ്പെടുന്ന ശക്തികളെ അഴിച്ചു മാറ്റാൻ ഇന്ന് രാത്രി യേശുവിന്റെ കരത്തിന് കഴിയും. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. ആ കരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെളുപ്പിനെ 6 മണി ഈ സഹോദരി ജീവനിലേക്ക് കണ്ണു തുറന്നു. ഈ സഹോദരിയോട് ചോദിച്ചു, എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം? അപ്പോൾ ഈ സഹോദരി പറഞ്ഞത് കേൾക്കണോ? പ്രസവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലിൽ നിന്നൊരു ശൈത്യം ആരംഭിച്ച്, തണുപ്പാരംഭിച്ച് അതെൻ്റെ ഉദരഭാഗത്തുകൂടെ ഹൃദയത്തിന് മുകളിലോട്ടടുത്തു. ഹൃദയത്തിന്റെ മുകൾ ഭാഗത്ത് വരെ ആ കൊടിയ ശൈത്യം എത്തിയതോടുകൂടെ, അമ്മുമ്മ കഥയല്ലേ കേട്ടോ, എന്റെ ശരീരത്തിനകത്തു നിന്ന് ഭാരരഹിതമായ എന്റെ ബാഹ്യരൂപത്തിന് തുല്യമായ ഒരു രൂപത്തിൽ ഞാൻ പുറത്തിറങ്ങി. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അയ്യോ, നിങ്ങളുടെ പലരുടെയും കൈയുയർത്തൽ കണ്ടാൽ ചിട്ടിക്കച്ചവടത്തിൽ നഷ്ടം വന്ന മട്ടിൽ ഗതികേടിൻ്റെ ഈ ഒറ്റത്തടിപ്പാലത്തെ കയറിപ്പോയല്ലോ തമ്പുരാനി എന്ന മട്ടില. ഞാൻ പ്രാപിച്ച ദൈവകൃപയ്ക്കായി നന്ദി എന്ന് പറയാൻ കഴിവുള്ള ദൈവമക്കൾ ഒക്കെ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ നാട് മുഴങ്ങത്തക്ക വിധത്തിൽ നമുക്ക് നിത്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തി, ശബ്ദം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യണം. അവൾ പറയുക, ശരീരത്തിനകത്തു നിന്ന് ഭാരരഹിതമായ തൂവൽ പോലെ ഒരു ആളത്വത്തിൽ ഞാൻ പുറത്തിറങ്ങി.
നിങ്ങൾക്കറിയാമോ? വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ വാക്യമുണ്ട്, അവർ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യവചനം ഹേതുവായും കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. അവരുടെ നിലവിളി ധരിക്കാൻ ഒരു തേജസ്സിന്റെ വേഷം അണിയത്തക്ക ഒരാത്മശരീരം എന്റെ കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പൗലോസിന്റെ ഭാഷയ്ക്ക് ആമേൻ പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി പറയണം, കൂടാരമായി ഇതഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെങ്കിൽ ശരീരത്തിൽ നിന്ന് രൂപരഹിതമായിട്ടല്ല, ബാഹ്യരൂപത്തിന് തുല്യമായി ഞാൻ പുറത്തിറങ്ങി. എന്നിട്ട് അവൾ പറയുകയാണ്, ഞാൻ വളരെ വേഗം യാത്ര ചെയ്ത് ഒരു വലിയ പ്രതലത്തിന്റെ മുൻപിലെത്തി. ഒരു വലിയ സ്വർണ്ണ കവാടം, അതിന്റെ മുൻപിലെ വാതിലൽപ്പം തുറന്നിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് കയറാനുള്ള ആവേശത്തോടെ ചെന്നടുത്തിട്ട് കതക് തുറന്ന് കിടക്കുന്നതിനുള്ളിലേക്ക് നോക്കിയപ്പോൾ അതിനകത്തെ കാഴ്ചയും സന്തോഷവും കണ്ടിട്ട് ഈ ഭൂമിയിലേക്ക് ഇനിയും ആരും എന്നെ തിരിച്ചു വിളിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പർദീസയുടെ കവാടത്തോടടുക്കുമ്പോൾ വെള്ളിച്ചിറകുള്ള ഒരു മാലാഖ ഭൂമിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്, നിന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, ഈ ഭൂമിയിലെ നിന്റെ ദൗത്യകാലം കഴിഞ്ഞിട്ടില്ല, നിന്റെ ഭർത്താവും മക്കളും ഒരു സഭയും നിനക്കായി പ്രാർത്ഥിക്കുന്നു, മടങ്ങിപ്പോകൂ എന്നൊരു ശബ്ദം കേട്ടതും ഞാൻ പിന്നെ കണ്ണ് തുറന്നപ്പോൾ വെന്റിലേറ്റർ കണക്ട് ചെയ്ത ഈ ബെഡിൽ ഞാൻ കിടക്കുന്ന കാഴ്ചയാണ്. നിത്യത തിരിച്ചറിയാൻ കണ്ണ് തുറന്നിട്ടുള്ള ദൈവമക്കൾ എത്ര ദൈവദാസന്മാർ ഇതിനകത്തുണ്ട്. കോമഡി അവതരിപ്പിക്കുന്ന ഷോ അല്ല ഈ രാത്രി ഇവിടെ ഇന്ന് രാത്രി നടക്കേണ്ടത്. നിങ്ങൾ ഈ രാത്രി ചിരിച്ചല്ല എഴുന്നേൽക്കേണ്ടത്. നിങ്ങൾ ഈ രാത്രി കരഞ്ഞെഴുന്നേൽക്കുന്ന രാത്രിയായി രാത്രി തീരണം. നിങ്ങളെ ഈ നിത്യതയിൽ എത്തിക്കാതിരിക്കത്തക്ക വിധം നിങ്ങൾക്കെതിരെ വാദിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളുടെ ബന്ധനത്തെ സ്വർഗം ഇന്ന് രാത്രി അഴിച്ചു മാറ്റിയിട്ട് ദൈവശക്തിയുടെ വ്യാപാരത്താൽ നിങ്ങളെ ഒരു പുതുപുത്തൻ ബലത്തോടെ എഴുന്നേൽപ്പിക്കാൻ ആ കരം ഈ ഗ്രൗണ്ടിന് മീതെ ചലിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടു പറയട്ടെ, ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് അവൻ ദിനേന സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന ഒരുവൻ അവന്റെ പടിവാതിക്കൽ കിടന്ന് വ്രണം നിറഞ്ഞ കുഷ്ഠരോഗിയായിരുന്നു. ലാസർ മരിച്ചു, ധനവാനും മരിച്ചടക്കപ്പെട്ടു. ധനവാൻ ലാസറിനെ ദൂരത്തു നിന്ന് കണ്ടു. അബ്രഹാം മടിയിൽ ആനന്ദിക്കുന്ന ലാസറിന്റെ വിരലിന്റെ അഗ്രം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കണമേ എന്ന് ധനവാൻ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ ഒരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടുന്ന് ആർക്കും അങ്ങോട്ട് വരുവാനോ അവിടുന്ന് ഇങ്ങോട്ട് വരുവാനോ കഴിയുകയില്ല എന്ന കൽപ്പന മുഴങ്ങിയത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോൾ നീ പരിഹാസത്തോടെ ഇതിന്റെ മുൻപിൽ ഇരുന്നാൽ അനുഭവിക്കുന്ന ഒരു ദിവസം വരുന്നു. ഇത് പ്രസംഗിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ അല്ല, ഇത് പ്രസംഗിച്ചത് അത് കോട്ടയം ഡിറ്റക്റ്റീവ് നോവൽ എഴുതിയ ഒരു സാഹിത്യകാരനല്ല. ഇത് പ്രസംഗിച്ചത് ഞാൻ പ്രസംഗിക്കുന്ന നസറേനായ യേശുവാണെങ്കിൽ നിത്യത സത്യമാണെന്ന് കാണാൻ കണ്ണ് തുറക്കുന്ന ഒരു ദൈവ പൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ നിത്യത എവിടെ ചിലവഴിക്കുമെന്ന് ഈ രാത്രി ചിന്തിച്ചെഴുന്നേൽക്കണം. മനുഷ്യന്റെ ഭാവനയ്ക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളിവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന എഴുത്തുകാരൻ എഴുതിയ ഭാർഗവി നിലയം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. സ്കൂളിൽ പഠിച്ച കാലത്ത് ഭാർഗവി നിലയം എഴുതാനുണ്ടായ പശ്ചാത്തലം ഓർമ്മയുണ്ടോ? ഇദ്ദേഹം വാടക വീട് തപ്പി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വാടക വീട് വില കുറച്ച് കിട്ടി. വില കുറച്ച് കിട്ടിയ വാടക വീട്ടിൽ വിളക്കിന്റെ ഈ പണ്ടത്തെ തിരി പൊക്കിയും താത്തും വെക്കുന്ന വിളക്കിന്റെ സഹായത്തോടെ എഴുത്തു തുടങ്ങി. അന്നൊരിക്കൽ വിളക്കിനകത്തെ മണ്ണെണ്ണ തീർന്നു. അദ്ദേഹം അവിടെ നിന്ന് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇച്ചിരി മണ്ണെണ്ണ കടം വാങ്ങിക്കാൻ പോയി. അവിടുന്ന് മണ്ണെണ്ണ കടം വാങ്ങിച്ച പുള്ളി തിരിച്ചു വന്നപ്പോ ഈ വീട്ടിലെ ഈ തിണ്ണയിലിരിക്കുന്ന വിളക്കിന്റെ ഒരു രംഗം കണ്ട് ഞെട്ടിപ്പോയി. കാരണം മറ്റൊന്നല്ല, വിളക്കിൽ നിന്ന് കത്തിജ്വലിക്കുന്ന തിരിനാളം മേക്കൂര വരെ ചെന്നിട്ട് ആ മുറി മുഴുവൻ നീലപ്രകാശം ജ്വലിച്ചു നിൽക്കുന്നു. വല്ലാത്തൊരു ഭയം ബഷീറിനുണ്ടായിട്ട് പുള്ളി തിരിച്ചു ചെന്ന് ഈ വീട്ടുകാരോട് ചോദിച്ചു, ഈ വീട്ടിൽ അസ്വാഭാവികമായിട്ട് വല്ലതും നടന്നിട്ടുണ്ടോ? അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, ഉണ്ട്. 6 മാസം മുമ്പ് ഈ വീടിന്റെ മുൻപിലത്തെ കിണറ്റിൽ ഭാർഗവി എന്നൊരു സ്ത്രീ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. അതിനുശേഷം ആ വീട്ടിൽ താമസിക്കാൻ വരുന്ന ആൾക്കാർ രാത്രിയിൽ വല്ലാത്ത അപശബ്ദങ്ങൾ കേൾക്കും.
അതോടുകൂടെ പ്രേതബാധയുള്ള വീട് എന്ന് പേര് കിട്ടിയത് കൊണ്ട് ആൾക്കാർ വാടകയ്ക്ക് എടുക്കാതിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നിങ്ങൾക്കിത് വാടക കുറച്ച് കിട്ടിയത്. അങ്ങനെയാണ് പുള്ളി ഭാർഗവി നിലയം എന്നത് എഴുതിയത്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, മാനുഷിക ബുദ്ധിക്ക് വിശകലനം ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഓർക്കുന്നു. തൃശ്ശൂർ ഭാഗത്ത് നിന്ന് അദ്ദേഹം നാട്ടിലേക്ക് പോരാൻ വണ്ടി കയറി യാത്ര ചെയ്ത് ഇടയ്ക്കൊരു ഭാഗത്ത് ഇറങ്ങിയപ്പോൾ കണക്റ്റിംഗ് വണ്ടി കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ലോഡ്ജിൽ ഒരു റൂം എടുത്തു, വിശ്രമം തുടങ്ങി. രാത്രി 2:30 ആയപ്പോൾ കണ്ണടച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, തലയുടെ മുകളിൽ കറങ്ങുന്ന ഫാനിൽ ഒരു യൗവനക്കാരി 2 പല്ല് മുൻപിലത്തെ പല്ല് കോർത്ത് നാക്ക് പുറത്തോട്ട് തള്ളിച്ച് കണ്ണൊക്കെ പുറത്തോട്ട് തള്ളി അത് വികൃതമായ രീതിയിൽ തൂങ്ങിക്കിടന്ന് കറങ്ങുന്നു. ഇയാൾ എഴുന്നേറ്റിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തിനേറെ വെള്ളം കുടിച്ച് വേർത്ത് വിറച്ച് വെളുപ്പാങ്കാലം 6 മണിയായപ്പോൾ ഇറങ്ങിച്ചെന്ന് പാറാവുകാരനോട് ചോദിച്ചു, ഈ മുറിക്കകത്ത് അസ്വാഭാവികമായിട്ട് വല്ലതും നടന്നിട്ടുണ്ടോ? അപ്പോൾ ആ പാറാവുകാരൻ പറഞ്ഞു, ഉണ്ട്. ചില ആഴ്ചകൾക്ക് പുറകിൽ ഒരു യുവതി റൂം എടുത്ത് അതിനകത്ത് തൂങ്ങിച്ചത്തു. ആ യുവതി തൂങ്ങിച്ചത്തതിന് ശേഷം പോലീസ് അന്വേഷണത്തിനെ അടച്ചിട്ടേക്കായിരുന്നു. ഇന്നലെയാ ആ മുറി തുറന്നത്. എങ്ങനെ സംശയിക്കാതിരിക്കും? ഇതിൻ്റെ പുറകിലത്തെ കാരണം എന്താണ്? പക്ഷേ ഒന്ന് ഭാവനയാകാം, മറ്റൊന്ന് ഭൂതസ്വാധീനമാകാം, മറ്റൊന്ന് ഹാലൂസിനേഷൻ ആകാം. എന്നാൽ ഹാലൂസിനേഷൻ ഇല്ലാതെ, ഭാവനയില്ലാതെ അക്ഷരികമായി നരകം സത്യമാണ് എന്ന് പഠിപ്പിച്ച സാക്ഷാൽ ഗുരു ചരിത്രത്തിലുണ്ടെങ്കിൽ അത് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ യേശുവാണ്. അവിടുന്ന് പറഞ്ഞു, അവിടെ എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. അങ്ങനെയാണെങ്കിൽ നരകം സത്യമാണ്. ഇന്ന് കരമുയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാമോ? എല്ലാ ദൈവമക്കളും വലത് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നരകം എൻ്റെ മേൽ ആധിപത്യം പുലർത്തരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളൊന്ന് ഉയർത്തിയിട്ട് ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചേ. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നത് ഈ ഗ്രൗണ്ടിൽ ദൈവ തേജസ് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചോണ്ട്, ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി വാ തുറന്ന് ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ശബ്ദം ഉയർത്തി വാ തുറന്ന് ഈ രാത്രി കരങ്ങൾ ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കുന്ന രാത്രിയായി രാത്രി തീരണം. ഞാൻ വിശ്വസിക്കുന്നു അസാധാരണമായ ദൈവ സാന്നിധ്യം, ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്സിന്റെ വ്യാപാരം ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നരകം സത്യമാണെന്ന് യേശു പഠിപ്പിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ സർപ്പസന്തതികളെ നരകവിധി എങ്ങനെ നിങ്ങൾ കൊഴിഞ്ഞു പോകും എന്ന് യേശു പഠിപ്പിച്ച സത്യമാണെങ്കിൽ, കത്തുന്ന നരകം യാഥാർത്ഥ്യമാണെന്ന് ബൈബിൾ ഉറപ്പിച്ചു പറയുന്നെങ്കിൽ ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചിട്ട് എനിക്ക് നരകവിധി വരരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തിക്കേ. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. വാ തുറന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാരെല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന രാത്രിയാകണം. ഇതിലേക്ക് നിന്നെ എത്തിക്കാതിരിക്കത്തക്ക വിധം ദൈവപ്രവൃത്തിയെ തടയുന്ന സാത്താന്യ വ്യാപാരങ്ങൾ ഈ രാത്രി ഇതിനകത്തിരുന്ന് പോരാടുന്ന ചില വ്യക്തികളുടെ തലച്ചോറിനകത്ത് ആധിപത്യം പുലർത്തുമ്പോൾ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ വ്യാപരിച്ച് ചില കുടുംബങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന ബന്ധനങ്ങളെ സ്വർഗം ഇന്ന് രാത്രി അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഈ സ്റ്റേജിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിന്റെ ദൈവപ്രവൃത്തി നടക്കാതിരിക്കാൻ, നിന്നെ നിത്യതയുടെ അവകാശത്തിൽ നിന്ന് തട്ടിമാറ്റാൻ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ജഡത്തിന്റെ ആസക്തികളുടെ ബന്ധനങ്ങളെ ഈ രാത്രിയിൽ ദൈവശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി സ്വർഗം അഴിച്ചു മാറ്റുന്ന രാത്രിയാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സുവിശേഷം അനുസരിക്കാത്തവർ യേശു ക്രിസ്തുവിന്റെ സന്നിധാനവും അവിടുത്തെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കുമെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കൾ യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ എന്ന് തീർത്തു പറയും എന്ന് പഠിപ്പിച്ചത് മനുഷ്യനല്ല, യേശുവാണെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് പറുദീസയ്ക്ക് അർഹനാകണം എന്ന് കൊതിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ലജ്ജ വേണ്ട. ഇടത്തും വലത്തും ഇരിക്കുന്ന ആളുകളെ നോക്കണ്ട. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. എൻ്റെ മേൽ വെച്ചിരിക്കുന്ന നരകവിധി ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്ന രാത്രിയാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്ന രംഗം, കോവിഡ് ബാധയുടെ സമയം എനിക്കും കോവിഡിന്റെ ഭീകരതയുണ്ടായി. എൻ്റെ അമ്മ കോവിഡ് ബാധയിലാണ് മരിച്ചത്. ആ പ്രത്യേക സമയത്ത് മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ അപ്പുറത്തെ മുറിയിൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാൻ ചെല്ലുമ്പോൾ
മുഖത്തെല്ലാം ബാൻഡേജ് പോലെ ഓക്സിജൻ മാസ്കും മറ്റും ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കായുണ്ട്. പ്രതികരണം വളരെ കുറവാണ്. പക്ഷേ എൻ്റെ സാന്നിധ്യമുണ്ടായാൽ, ഞാൻ ചെന്ന് എൻ്റെ അമ്മയുടെ കൈക്ക് തൊട്ടാൽ, മോനെ നീ വന്നോ എന്ന് ചോദിക്കും. എങ്ങനെ സെൻസ് ചെയ്യുന്നറിയില്ല. അമ്മയ്ക്ക് മനസ്സിലാകും എൻ്റെ മർമ്മര ശബ്ദം. എന്നാൽ ശ്രദ്ധിക്കണേ, അന്നൊരിക്കൽ ഡോക്ടേഴ്സ് വന്ന് എൻ്റെ റൂമിൽ പറഞ്ഞു, പാസ്റ്റർ നിങ്ങളുടെ അമ്മയ്ക്കൊരു മാസ് അറ്റാക്ക് ഉണ്ടായി. ഞാൻ ഓടി അവിടേക്ക് ചെല്ലുമ്പോൾ കൃത്രിമ ശ്വസനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പഴം തുണി പോലെ കിടക്കുന്ന എൻ്റെ അമ്മയുടെ നെഞ്ചിൽ നേഴ്സസ് അസാധാരണമായി മർദ്ദം ഉപയോഗിക്കുന്നു. ഞാൻ ആ കൈകൾക്ക് പിടിച്ച് അമ്മേ 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 എന്ന് പറയുമ്പോൾ എത്ര ശബ്ദം ഉയർത്തിയിട്ടും ആ മുഖത്തൊരു ഭാവമാറ്റവുമില്ല. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂടെ പറപ്പേ, സഹസ്രാബ്ദങ്ങൾ നിൽക്കുന്ന കരിവേലകമല്ല നീ. ഒരു ബയോപ്സി റിപ്പോർട്ട് മതി ഈ അധ്യായത്തിന് അന്ത്യം കുറിക്കാൻ. ക്ലോസറ്റിലേക്ക് യൂറിൻ വീഴുമ്പോൾ അസാധാരണമായി പതഞ്ഞുയർന്നാൽ അത് മൈക്രോ ആൽബമിനൂറിയാണെന്നും 5 വർഷത്തിനുള്ളിൽ ഡയാലിസിസിലേക്ക് പോകാൻ ആ കിഡ്നിക്ക് സാധ്യതയുണ്ടെന്നും ശാസ്ത്രലോകം പറയുമ്പോൾ നിന്റെ ശരീരത്തിന്മേൽ അത് ആധിപത്യം പുലർത്തിയിട്ടും നിന്റെ ജീവനെ മരണത്തിന് വിടാതെ ഈ ദൂതിന്റെ മുൻപിൽ കൊണ്ടുവന്നത് വെട്ടാൻ കോടാലി ഉയർന്നിട്ടും പിടിച്ചു നിർത്തിയ ഒരു കരമാണ് ഇതിന് നടുവിൽ എത്തിച്ചതെന്ന ബോധ്യം അകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി ശബ്ദമുയർത്തി വിളിച്ചു പറയണം, എൻ്റെ രക്ഷകന്റെ സന്നിധിയിൽ ഞാൻ എത്തിച്ചേരുമ്പോൾ കൈവിടപ്പെടാതിരിക്കത്തക്ക വിധം ഇന്ന് രാത്രി ഞാൻ എന്നെ ഒരുക്കുകയാണ് കർത്താവേ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു തുടങ്ങിക്കാട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആത്മാവിൽ ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന ശബ്ദത്തിന് ഉടയവനാകുമോ നീ? ഞാൻ ഈ രാത്രി പറയാം, സുവിശേഷം അനുസരിക്കാത്തവർ. എന്താണ് സുവിശേഷം? സുവിശേഷം യേശുക്രിസ്തുവിന്റെ ജനന, മരണ, അടക്ക, പുനരുത്ഥാന, മടങ്ങിവരവിന്റെ ചിത്രമാണ്. മനുഷ്യകുലം ദൈവത്തെ തേടി അങ്ങോട്ട് ചെന്നതാണ് ഇവിടുത്തെ മതങ്ങളെങ്കിൽ, മനുഷ്യവർഗത്തെ തേടി സ്വർഗം ഇങ്ങോട്ടിറങ്ങിയതാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ജീവന്റെ മാർഗം. ഇന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? നിങ്ങൾക്കറിയാമോ, ഇത് ഏത് കൊടിയ പാപിയും വളർത്തമ്മയുടെ വയറ്റിൽ കറിക്കത്തി കുത്തിക്കടത്തിയ മദ്രാസിലെ മോനെന്ന ആധവനെ ഉൾപ്പെടെ യേശുവേ നിന്റെ രക്തം എന്നെ കഴുകണേ എന്ന് നിലവിളിച്ച് കരഞ്ഞാൽ നിന്നെ സെക്കൻഡ് കൊണ്ട് പർദീസയ്ക്ക് അർഹനാക്കാൻ കഴിവുള്ള രക്തത്തിന്റെ ശക്തിയാണ് ഈ സുവിശേഷത്തിന്റെ ശക്തി. സ്തോത്രം. 1968 വിനോദ് എന്ന ഒരു ചെറുപ്പക്കാരൻ, 2.5 വയസ്സുകാരൻ, ഒരു വീടിന്റെ മുൻപിൽ കളിക്കുന്നു. അടുക്കളയിലെ ചറ്റപ്പുരയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ മോനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ മറുപടി ഇല്ലാത്തത് കൊണ്ട് അമ്മ മുറ്റത്തേക്ക് ഇറക്കി നീട്ടി വിളിച്ചു, മോനെ വിനോദേ. കേൾക്കാൻ ആളില്ല, വനരോധനമായി പോയി. അമ്മ അലറിക്കൂവി, നാട്ടുകാർ ഓടിക്കൂടി. നാട് അരിച്ചു പിറക്കി. ചില മീറ്ററുകൾക്കപ്പുറത്തുള്ള ഒരു കല്ലിൻ കൂട്ടത്തിന് നടുവിൽ വളർന്നു നിൽക്കുന്ന മുളങ്കാടിനകത്ത് 2.5 വയസ്സ് പ്രായമുള്ള ഈ പിഞ്ചോമനയുടെ ചോര തുടിക്കുന്ന ശരീരം, 2.5 പവൻ കഴുത്തിലെ മാല അപഹരിച്ചിട്ട് കഴുത്ത് ഞെക്കിക്കൊന്നിട്ടിരിക്കുന്നു. അധികം താമസിക്കാതെ കുറ്റവാളിയെ പിടിച്ചു. നാണു എന്നാണ് കുറ്റവാളിയുടെ പേര്. അറസ്റ്റ് ചെയ്തു. വിസ്താരം കഴിഞ്ഞു. 1968 തൂക്കിലിടാൻ വിധിച്ചു. ജയിലറയിൽ കഴിയുമ്പോൾ അവിടേക്ക് ഒരു സുവിശേഷകൻ ചെന്നു. ഒരു ബൈബിൾ അങ്ങോട്ട് കൊടുത്തപ്പോൾ വലിച്ചിട്ട് ജയിൽ മുറിക്കകത്തേക്ക് എറിഞ്ഞതിന് ശേഷം, നിന്നെ പോലെ ഒരെണ്ണത്തെ എന്റെ കൺമുൻപിൽ കാണരുത് എന്നയാൾ പൊട്ടിത്തെറിച്ചു. എന്തിന്? സ്തോത്രം. ഈ സുവിശേഷകൻ ശാന്തമായ പുറത്തെ മുറിയിലേക്ക് പോയി. എന്നാൽ പുറത്തേക്ക് എന്തോ കാര്യത്തിന് പോയിട്ട് അകത്തോട്ട് കയറിയ നാണു മൂലയ്ക്ക് കിടക്കുന്ന പുസ്തകം എടുത്തൊന്ന് തുറന്നപ്പോൾ ചങ്കിലുള്ളി പോലെ തൊട്ടു ഒരു വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്
ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കരയാൻ തുടങ്ങി. മുട്ടുകുത്തി തറയിൽ മോങ്ങി കരഞ്ഞിട്ട് ജയിൽ ചുമതലക്കാരോട് പറഞ്ഞു, എനിക്ക് ആ സുവിശേഷകനെ കാണണം. കണ്ടു. ഒടുവിൽ 3 ആഗ്രഹം മരണത്തിന്റെ അടുത്ത ദിവസങ്ങൾ പറഞ്ഞു. എനിക്ക് വിശ്വാസ സ്നാനം സ്വീകരിക്കണം, എനിക്ക് ജലത്തിൽ കർത്താവിനെ സ്വീകരിക്കുന്നതോടൊപ്പം വിശുദ്ധ മേശയിൽ പങ്കാളിയാകണം, തൂക്കിക്കൊല നടക്കുന്നതിന് മുമ്പ് ഒരു കരാർ എഴുതി ഒപ്പുവയ്ക്കണം, എൻ്റെ കണ്ണ് അന്ധനായ ഒരാൾക്ക് ദാനം ചെയ്യണം. ഇനിയും ജയിൽ ചുമതലക്കാരുടെ ഭാഷയിൽ പറയാം, അന്ന് തലേ രാത്രി സാധാരണ കുലയ്ക്ക് മുൻപ് ആളുകൾ ഉറങ്ങാറില്ല. പക്ഷേ നാണു ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഗാഠമായി ഉറങ്ങി. രാത്രി മുഴുവൻ ബൈബിൾ വായിച്ചുകൊണ്ടാണ് ഉറക്കത്തിലേക്ക് പോയത്. രാവിലെ സ്വാഭാവികമായി ഉണർന്നു. ഡോക്ടേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞ് നേരെ കുലക്കയറിന്റെ അടുക്കിലേക്ക് നീങ്ങി. പ്ലാറ്റ്ഫോമിനടുക്കുമ്പോ നാണു പറഞ്ഞു, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. അദ്ദേഹം മുട്ടുകുത്തി 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നസ്രയനായ യേശുവേ, എന്റെ പാപക്കറകളെ കഴുകി അവിടുന്ന് എന്നെ പർദീസയ്ക്ക് അർഹനാക്കിയത് കൊണ്ട് ഞാൻ അങ്ങയ്ക്ക് നന്ദി കരേറ്റുകയാണ്. എന്റെ പാപത്തെ കഴുകി അങ്ങയുടെ അടുക്കലേക്ക് സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ വരികയാണ്. നാണു അടുത്ത വാചകം പറഞ്ഞത്, എന്നെ അറസ്റ്റ് ചെയ്ത പോലീസുകാരെയും എനിക്ക് വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെയും അനുഗ്രഹിക്കണമേ. ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു യേശുവേ. നാണുവിൻ്റെ കഴുത്തിൽ കയറ് മുറുകി. നാണുവിൻ്റെ ജഡം കുടുംബങ്ങൾക്ക് വിട്ടുകൊടുത്തു. എന്തിനാ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്? കൊടിയ ഭീകരനായ ആ അധമനായ കുലപാതകനെ കഴുകാൻ കഴിവുള്ള ഒരു ശക്തി ചരിത്രത്തിലുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ രക്തമാണെങ്കിൽ അതിന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ നിത്യ നരകത്തെ ഒഴിവാക്കാൻ, നിന്നെ കഴുകാൻ ശക്തമാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. യെസ്, ശബ്ദം ഉയർത്തിക്കേ, കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥന ഉയരട്ടെ. എല്ലാ ദൈവമക്കളുടെയും നാവിൽ നിന്ന് പ്രാർത്ഥന ശബ്ദം ഉയരണം. അഭിഷേകം പ്രാപിച്ച ദൈവദാസന്മാർ ഒന്നിച്ചൊന്ന് ആത്മാവിൽ ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. നിന്നെ കാത്തു നിൽക്കുന്ന നിത്യ നരകം സത്യമാണ് കൂടപ്പറപ്പേ. നിന്നെ കാത്തു നിൽക്കുന്ന നിത്യ സ്വർഗം യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് രാത്രി നിന്നെ കഴുകുവാൻ കഴിവുള്ള യേശുവിന്റെ രക്തം ഇന്ന് രാത്രി ഇവിടെ നിനക്ക് വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് ഇവിടെ നിഴൽ മൂടി നിൽക്കുകയാണ്. ഈ മീറ്റിങ്ങിനകത്ത് സ്വർഗം ചില വ്യക്തികളെ തൊട്ടഴിക്കാൻ തുടങ്ങുന്നു. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ തലയുടെ പുറകിൽ വ്യാപരിച്ചിട്ട് വിടുതലിലേക്ക് നീ വരാതിരിക്കത്തക്ക വിധം നിന്നെ ബന്ധിച്ച് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ സ്വർഗം ചിലരുടെ കെട്ടുകൾ അഴിക്കുന്ന രാത്രിയാണ്. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ഇതിനകത്ത് ചില വ്യക്തികളുടെ മേൽ എന്റെ യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുകയാണ്. ഓ രക്തത്താൽ ജയം. ഈ ഗ്രൗണ്ട് ഒരാൾ പോലും വിടരുത്. ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പോരാടണം. ദൈവത്തിന് സ്തോത്രം. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ്, ഓ പത്മോസിൽ ഇറങ്ങി വന്ന ദൈവപുത്രന്റെ കരം ഇതാ ചില വ്യക്തികളുടെ അടുക്കലേക്ക് ഇന്ന് രാത്രി നടന്നടുക്കുകയാണ്. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ കുടുംബത്തിനെതിരെ വാദിച്ചു നിൽക്കുന്നു. എന്നാൽ ഈ രാത്രി നിന്റെ നിത്യ ശിക്ഷാവിധിയുടെ നരകം അഴിച്ചു മാറ്റാൻ ക്രൂശിലെ രക്തത്തിന്റെ ശക്തി നിന്റെ അടുക്കലേക്ക് ആത്മാവിൽ പാഞ്ഞിറങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചില വ്യക്തികൾക്ക് വേണ്ടി ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരിക്കുന്ന നിയോഗം ഇതാണ്. ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ചില ആത്മാക്കളെ വിടുവിക്കാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രി ബലത്തോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന വ്യക്തികൾ ഇനിയും സുവിശേഷം അധികം കേൾക്കുന്നതിന് മുൻപ് ഈ മണ്ണ് വിട്ടു മടങ്ങത്തക്ക വിധം മരണദൂതന്റെ കരങ്ങൾ ചിലരുടെ തലയുടെ പിൻപിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില അനർത്ഥങ്ങൾ ചില വ്യക്തികളെ കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിത്യത കൈവിട്ടു പോകാതിരിക്കത്തക്ക വിധം
ചില വ്യക്തികളെ അനർത്ഥത്തിനകത്തുനിന്ന് വിടുവിച്ചെടുക്കാൻ യേശുവിന്റെ കരം ബലത്തോടെ വ്യാപരിക്കുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ഈ രാത്രി യേശുവിന്റെ കരം ചില വ്യക്തികളെ ആഴത്തിൽ തൊടുകയാണ്. യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ചില വ്യക്തികളെ ആഴത്തിൽ സ്പർശിക്കുകയാണ്. അവന്റെ ചുടുനിണത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. ആത്മനിയോഗത്തോടുകൂടി ഞാൻ വിളിച്ചു പറയുന്നു, ചില ശരീരങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന മരണദൂതന്റെ കണികളെ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം അഴിച്ചു മാറ്റിയിട്ട് ചില വ്യക്തികളുടെ മേൽ വിടുതൽ പകരാൻ കർത്താവിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ തീരുമാനം നീ കൈക്കൊള്ളുന്നതിന് മുൻപ് നിന്നെ മരണത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ വാദിക്കുന്നതിലെ ബന്ധനങ്ങളെ ഇന്ന് രാത്രി സ്വർഗത്തിന്റെ കരം അഴിച്ചു മാറ്റാൻ തുടങ്ങുന്നു. ഈ രാത്രി രണ്ട് കൈകളും കർത്താവിങ്കിലേക്ക് ആത്മാർത്ഥതയോടെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ശബ്ദമുയർത്തി ഇങ്ങനെ നിലവിളിക്കണം, എന്റെ നിത്യത എനിക്ക് കൈവിടരുതേ. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ, ശബ്ദമുയരട്ടെ. എന്റെ നിത്യത എനിക്ക് കൈവിടരുതേ, എന്റെ നിത്യത എനിക്ക് കൈവിടരുതേ. ആ രണ്ട് കൈകളും ഉയർത്തി പിടിച്ചുകൊണ്ട് ദൈവമക്കൾ എല്ലാവരും ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം, എന്റെ നിത്യത എനിക്ക് കൈവിടരുതേ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഈ ദൂതിന്ന് രാത്രി വ്യക്തികളുടെ നേരെ അതിശക്തമായി മുഴങ്ങുകയാണ്. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി, യേശുവേ എന്റെ നിത്യത കൈവിട്ടു പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ചേർന്ന് ആ കരമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് ശാന്തമായി നിങ്ങളൊന്ന് എഴുന്നേറ്റാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ആ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് ശാന്തമായി നിങ്ങളൊന്ന് എഴുന്നേറ്റാട്ടെ. ആ രണ്ട് കൈകളും കർത്താവിങ്കിലേക്ക്, ഓ ദൈവത്തിന് സ്തോത്രം, ബോധപൂർവം ഒന്ന് ഉയർത്തിക്കാട്ടെ, ബോധപൂർവം ഒന്ന് ഉയർത്തിക്കാട്ടെ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. അഭിഷിക്തന്മാർ പ്രാർത്ഥിക്കണം കേട്ടോ, അഭിഷിക്തന്മാർ പ്രാർത്ഥിക്കണം. ഇത് സാധാരണ രാത്രി മീറ്റിംഗ് അല്ല. ചില വ്യക്തികളുടെ മേൽ ആധിപത്യം പുലർത്താൻ തുടങ്ങുന്ന മരണത്തിന്റെ തണുത്ത കരങ്ങൾ തലോടുന്നതിന് മുൻപ് ചില ആത്മാക്കളെ വിടുവിക്കാൻ ഈ ഗ്രൗണ്ടിൽ യേശുവിന്റെ കരം ഉയരുന്ന കാഴ്ച ഞാൻ ആത്മകണ്ണുകൾ ഉയർത്തി കാണുമ്പോൾ ആ രണ്ട് കൈകളും ഉയർത്തി പിടിച്ചുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. കർത്താവേ എന്റെ നിത്യത എനിക്ക് കൈവിട്ടു പോകരുതേ. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് കുത്തി പിളർക്കപ്പെട്ടവനായി, ആബാധ ചൂടം ചുടുതിനമൊഴുക്കിക്കൊണ്ട് അർത്ഥപ്രാണനായി, അർത്ഥനഗ്നനായി കാൽവറിയിൽ പിടയുന്ന രക്ഷകൻ നമുക്ക് വേണ്ടി വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന സകല ദൈവമക്കളും ആ രണ്ട് കൈകളും എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തി കാൽവറിയിലേക്ക് നോക്കിക്കൊണ്ട് ശബ്ദമുയർത്തി യേശുവേ എന്ന് നിലവിളിച്ചു പറഞ്ഞ് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ആവർത്തിക്കുന്നു ഞാൻ കുറിവാക്യം. സുവിശേഷം അനുസരിക്കാത്തവർ, എന്താണ് സുവിശേഷം? പാപക്കനി പിടിച്ച് കടിച്ചു പാളിച്ച പറ്റി പതനം ഭവിച്ച ആദിമ മനുഷ്യൻ പതനത്തിൽ വീണതിന് ശേഷം ദൈവം ഒരുക്കിയ കുറുക്കു വഴിയല്ല സുവിശേഷം. പാപത്തിൽ വീഴുന്നതിന് മുൻപ് പാപത്തിൽ വീണുപോകുന്ന എന്നെ കഴുകാൻ സ്വർഗം നിത്യതയിൽ നിശ്ചയിച്ച കാൽവറിയിലെ ബലിമരണമാണ് സുവിശേഷമെങ്കിൽ അത് അവഗണിക്കുന്നവർ ദൈവത്തിന്റെ സന്നിധാനം വിട്ടകർന്ന് ശിക്ഷാവിധി ചുമക്കുമെങ്കിൽ എനിക്കത് വരരുതേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ രണ്ട് കൈകളും ശാന്തമായി ആ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട്, ആ രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഒരു നിമിഷം നിങ്ങളൊന്ന് കണ്ണ് തുറക്കണേ. ആ കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുമ്പോ എന്റെ കൂടപ്പിറപ്പുകളൊന്ന് കണ്ണ് തുറക്കണം. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രഭാത യാത്രയ്ക്ക് ഒരു സൈക്കിളിൽ റാന്നി വലിയ റൂട്ടിൽ ചവിട്ടി വരികയാ. മുൻപിൽ ഓടുന്ന ചിലർ പറഞ്ഞു, പാസ്റ്റേ അറിഞ്ഞോ സണ്ണി ബ്രദർ മരിച്ചു? ഞാൻ ചോദിച്ചു, ഇന്നലെ വൈകിട്ട് ഞാൻ കണ്ടല്ലോ, ഇപ്പം മരിച്ചതേ ഉള്ളൂ. ചോദിച്ചപ്പോ പറഞ്ഞ വാക്കിതാ, എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞ് സോഫായിലേക്ക് ഇരുന്നിട്ട് ചായ ഉണ്ടാക്കിക്കൊണ്ടുവാ, അതിനുശേഷം പുറത്തേക്കൊന്ന് പോകണം എന്ന് പറഞ്ഞിരിക്കുമ്പോ ഭാര്യ ചായ എടുത്തുകൊണ്ട് വരുമ്പോ സോഫായിൽ അല്പം ചരിഞ്ഞിരിക്കുന്നു. കുലുക്കി വിളിച്ചു, സണ്ണിച്ച. ചലനമില്ല.
പോയി കഴിഞ്ഞു. ഈ ദൂത് ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോ ക്ഷണിക്കാത്ത അതിഥിയെ പോലെ ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം ജീവനുമാനിയാ യമസ്യാ കരുണാ നാസ്തി ധർമ്മസ്യാ ത്വരിതാഗതി എന്ന ശാസ്ത്രം അതേ സംസ്കൃത പദ്യം പോലെ ക്ഷണികമാണ് ഈ ആയുസ്, ക്ഷണികമാണ് ആരോഗ്യം. കാലന് കരുണയൊന്നൊന്നില്ല. ക്ഷണിക്കാത്ത അതിഥിയെ പോലെ അവൻ എപ്പോഴായാലും എത്തും. ധർമ്മം എത്രയും വേഗം ചെയ്ത് മോക്ഷത്തിനായി ഒരുങ്ങുക. ഈ രാത്രി യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് രക്ഷയ്ക്കായി ഒരുങ്ങുക. ഇന്ന് രാത്രി ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ എന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ. മണ്ണിനേക്കാൾ എനിക്ക് നിത്യതയാ വലുത്. എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ മാത്രം ആ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇന്ന് രാത്രി കേട്ട ദൂതിന് മുൻപിൽ എനിക്ക് പ്രാർത്ഥന വേണം. കൊതിക്കുന്ന ദൈവമക്കളെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ രണ്ട് കൈകളും ഉയർത്തി നമുക്കൊന്ന് ചേർന്ന് പാടാം. ഗായക സംഘം ഒന്ന് മുൻപോട്ട് വരുമോ? ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. കാൽവറിയിൽ എനിക്കായി പിടഞ്ഞു മരിച്ച രക്ഷകന്റെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കിക്കൊണ്ട് ആ രണ്ട് കൈകളും ഉയർത്തി ബോധപൂർവം നമുക്ക് ഈ ഗായക സംഘത്തോട് ചേർന്നൊന്ന് പാടാം. ഇത്രമാം സ്നേഹത്തെ, ഇത്രമാം ശബ്ദമുയർത്തി സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. കുഞ്ഞുങ്ങളെ ഒന്ന് പാടണം, ശ്രദ്ധിക്കണേ. ബൈബിളിൽ ഒരു ഭാഷയുണ്ട്. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു, ലോകത്തെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞ പിശാചും സാത്താനും മഹാസർപ്പവുമായ പഴയ പാമ്പ്. പ്രയോഗം കേട്ടോ, തെറ്റിച്ചു കളഞ്ഞ. നിങ്ങൾക്കറിയാമോ, പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിൽ പലതും തെറ്റിപ്പിക്കലാണ്. കേൾക്കുന്ന സന്ദേശങ്ങളിൽ പലതും തെറ്റിക്കയാണ്. ക്രൈസ്തവ മഹാമേലധ്യക്ഷന്റെ സ്വർണ്ണ കിരീടത്തിന്റെ മുൻപിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു പ്രയോഗം നിങ്ങൾക്കറിയാമോ? പൊന്തിഫിക്സ് മാക്സ്. അർത്ഥമറിയാമോ? പാലം പണിയുന്നവൻ. എവിടെ നിന്ന് എവിടേക്കുള്ള പാലം? നരകത്തിൽ എത്തിച്ചേർന്ന വ്യക്തിക്ക് ബസ്പുർക്കാനായി ഇന്ന് പറുദീസയിലേക്ക് പാലം പണിയാൻ കർമ്മങ്ങളാൽ കഴിയുമെന്നോ? പറ്റില്ല. ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരുമെങ്കിൽ ഒരു പുരോഹിതന്റെയും പാലപ്പണി കൊണ്ട് പറുദീസയിലെത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ രക്ഷകനെ സ്വീകരിച്ചില്ലെങ്കിൽ നരകം നിനക്കുറപ്പാണ്. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഞാൻ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരികയാണ്. എനിക്ക് രക്ഷക നിന്നെ വേണം. നിത്യ നരകം എനിക്ക് ഒഴിവാകണം. ഒന്ന് ചേർന്ന് പാടാം. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഒരിക്കൽ കൂടെ ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ.
എന്റെ പ്രസംഗത്തിന്റെ കുറിവാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും മുൻപ് എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ. സുവിശേഷം അനുസരിക്കാത്തവർ യേശുക്രിസ്തുവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കുമെങ്കിൽ നിത്യത എനിക്ക് കൈവിട്ടു പോകാതിരിപ്പാൻ ക്രൂശിനെ ഞാൻ ആലിംഗനം ചെയ്യുന്നു. എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്നവർ ആ നിൽക്കുന്ന നിൽപ്പിൽ വലതുകരം ഉയർത്തിപ്പിടിക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ബോധപൂർവം ഈ രാത്രിയ ഉയർന്ന കരങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കൂരയ്ക്ക് കീഴിൽ പ്രാർത്ഥിക്കുമ്പോൾ മീഡിയയിലൂടെ ആകട്ടെ, ഈ ഉച്ചഭാഷണിയുടെ പരിധിയിലാകട്ടെ, ഇന്ന് രാത്രി വരെയും യേശുവിനെ ഹൃദയത്തിന്റെ ത്രോണോസിലേക്ക് രക്ഷകനായി സ്വീകരിക്കാത്ത ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ രക്ഷയുടെ രാത്രിയായി രാത്രി മാറട്ടെ. പരിശുദ്ധ ദൈവമേ, ഈ ഉയർന്ന കരങ്ങളെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുന്നു. അഗ്നി നരകം കത്തുമ്പോൾ വലിച്ചെറിയപ്പെടുന്ന ആത്മാക്കളുടെ ഇടയിൽ എരിയുന്ന വിറകായി ഇവർ തീരാതെ പർദീസയ്ക്ക് അർഹരാകേണ്ടതിന് നിത്യനാശം എന്ന ശിക്ഷാവിധി ഇവർക്കൊഴിവാകുവാൻ ക്രൂശിലെ രക്തത്താൽ ഈ ഉയർന്ന കരങ്ങളെ ഇന്ന് രാത്രി ഞങ്ങൾ അനുഗ്രഹിച്ച് കൈമാറുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ശക്തിയോടെ ശബ്ദമുയർത്തി ആ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ